മഹത്തായ അനുഗ്രഹത്താൽ നമുക്ക് ഒരു അവസരം കൂടി ലഭിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെ നിയ്യത്തിനെയും പുതുക്കിക്കൊണ്ടിരിക്കുക. അൽഹംദുലില്ലാഹ് നമുക്ക് നമ്മുടെ ജീവിതത്തില് ഓരോ മേഖലയിലും എന്താണ് പ്രതിസന്ധി ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ സന്തോഷമായി കഴിഞ്ഞാലും അവിടെയൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച്, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു കാര്യമാണെന്ത് ക്ഷമ എന്നുള്ളത് അല്ലേ. നമുക്ക് ഓരോ ആളുകൾക്കും ഓരോ അവസരങ്ങളിൽ നമ്മൾ പിടിവിട്ടു പോകുന്നതും അത് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് പിന്നെ എത്രത്തോളം എങ്ങനെയാണ് നമ്മൾ ക്ഷമിക്കേണ്ടത്, നമ്മുടെ മുമ്പൊക്കെ ചരിത്രത്തിലൂടെയൊക്കെ നമ്മൾ എങ്ങനെയാണ് അതിനെപ്പറ്റി പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ക്ഷമ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് ക്ലാസ് എടുത്ത് തരുന്നത് അന്നജവും ശരിയാ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള നസീം അജീസാണ്. ഇൻഷാ അല്ലാഹ് അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്തോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ സൗണ്ടൊക്കെ ഓക്കെ ആണല്ലോ അല്ലേ? അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയ സഹോദരിമാരെ, എല്ലാവരോടും ഞാൻ ഒന്നുകൂടി സലാം പറയുകയാണ് സ്നേഹപൂർവ്വം. ഇന്നത്തെ വിഷയം സലീഷ പറഞ്ഞതുപോലെ സബറിനെ കുറിച്ചിട്ടാണ്. സബർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ നമ്മളുടെ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് സബർ. കാരണം എന്തുകൊണ്ടാണ് സബറിന് ഇത്രയും മഹത്വം എന്നാലോചിച്ചാൽ അത് സ്വർഗത്തിലേക്ക് നയിക്കുന്ന, സ്വർഗത്തിൻ്റെ ഒരു താക്കോല് തന്നെ എന്ന് പറയാം. സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഒരു താക്കോൽ ആണ് സബർ എന്നുള്ളത്. അപ്പോൾ ഈ സബറിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് പഠിക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒരു പഠിതാവാണ്. അതുകൊണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് മിസ്റ്റേക്സ് വരുന്നാലും നിങ്ങൾ ക്ഷമിക്കണമെന്ന് ഞാൻ ആദ്യമേ പറയുന്നു. ഇൻഷാ അല്ലാഹ്. എന്താണ് സബർ? സൊബറ യസ്ബിറു. സൊബറ എന്നുള്ള അറബി വാക്കിൽ നിന്നാണ് സൊബർ എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പിടിച്ചു വെക്കുക, തടഞ്ഞു നിൽക്കുക എന്നൊക്കെയാണ് അതിൻ്റെ ലിറ്ററൽ മീനിങ്, ഭാഷാർത്ഥം. പക്ഷേ ഈ സൊബർ നമ്മൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിന് ക്ഷമ എന്നുള്ളൊരു ഒറ്റൊരു വാക്കുകൊണ്ട് നമ്മളത് അവസാനിപ്പിക്കുകയാണ്. പക്ഷെ അങ്ങനെ ഒരു ഒറ്റ വാക്കിൽ ഒതുങ്ങുന്നതല്ല സൊബർ എന്നുള്ള പദം. അതിന് കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള ഒരു വിപുലമായിട്ടുള്ള ഒരു അർത്ഥമാണ് സബറിനുള്ളത്. എന്ന് വെച്ചാൽ കുറേയും കൂടി ഡീപ്പ് മീനിങ്സ് ഉണ്ട് അതിന്. അടക്കം, സഹനം, സ്ഥിരത, സ്റ്റെഡ്ഫാസ്റ്റ്നെസ്, നമ്മൾ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക, അതിനെ അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യുക. അങ്ങനെ കുറേ ഒരു എന്താ പറയുക വിശദമായ ഒരുപാട് അർത്ഥതലങ്ങൾ ആ വേർഡിനുണ്ട് എന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക. ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് അവസാനിപ്പിക്കാൻ പറ്റില്ല. സബർ എന്ന് വെച്ചാൽ വളരെ ഡീപ്പായിട്ടുള്ളൊരു വേർഡാണ്. അതിൻ്റെ അർത്ഥങ്ങൾ, അതിൻ്റെ ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് സബർ എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. സബർ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ്. ഈ സബറിൻ്റെ മഹത്വമാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സബറിന് ഇത്രയും പ്രാധാന്യം എന്താണ് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകും. ഇപ്പോഴും നമ്മളുടെ മനസ്സിലൊക്കെ എന്താണ് സബറിന് ഇത്രയും മഹത്വം എന്നൊരുപാട് നമ്മുടെ മനസ്സിൽ നമുക്കൊരു ഇതുണ്ടാവും. അപ്പൊ ഈ സബറിന്റെ മഹത്വം വിളിച്ചോതുന്ന കുറേ ആയത്തുകൾ, ഹദീസുകൾ, നമ്മൾ എന്ത് കാര്യം അതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ ലെസ് ഇമ്പോർട്ടൻ്റ് ആണോ എന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്ന ഖുർആനിലൂടെയും ഹദീസിലൂടെയും സഞ്ചരിച്ചുകൊണ്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഖുർആൻ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പൊ ഇവിടെ ഈ സബറിനെ കുറിച്ചിട്ട് അള്ളാഹു ഒരുപാട് ആയത്തുകളിലൂടെ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഒരായത്ത് അൽ-ബഖറ ഒരുവിധം ആളുകളൊക്കെ പഠിച്ചിട്ടുള്ള ആയത്ത് തന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനുസ്തഈനു ബിസ്സബ്രി വസ്സലാഹ് ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അള്ളാഹു നമ്മളോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ സഹായം തേടുക. നിങ്ങൾക്ക് എന്ത് പ്രതിസന്ധി വന്നാലും
നിങ്ങൾ സഹായം തേടുക. എങ്ങനെയാണ് നിങ്ങൾ സഹായം തേടേണ്ടത്? ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ. സ്വബർ കൊണ്ടും നമസ്കാരം കൊണ്ടും നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുക. ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അള്ളാഹു ക്ഷമാലുക്കളുടെ കൂടെയാണ്. നമുക്ക് വളരെയധികം ആശ്വാസം തരുന്നൊരു ആയത്താണത്. കാരണം അള്ളാഹു നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ തോട്ട്, നമ്മളുടെ കൂടെ എപ്പോഴും അള്ളാഹ് ഉണ്ട് നമുക്കറിയാം. പക്ഷെ ആ ഒരു ഉണർത്തൽ നമുക്ക് തരുന്ന എന്താണ്? എന്ത് പ്രതിസന്ധിയിലായാലും അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ അടിയുറച്ച് വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നല്ലാഹ മഅസ്സാബിരീൻ. ആ സ്വാബിരീൻ നമ്മളാണോ, നമ്മൾ സ്വബറുള്ള ആളാണോ എങ്കിൽ അള്ളാഹു നമ്മളുടെ കൂടെയുണ്ട്. അതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ വേറൊരു സ്ഥലത്ത് സൂറത്ത് സുമറിൽ അള്ളാഹു പറയുന്നുണ്ട്, ഒരു ആയത്തിന്റെ അവസാന ഭാഗമായിട്ടാണ് അവിടെ വരുന്നത്, ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. അള്ളാഹു ഒരുപാട് നമ്മളുടെ ഓരോ അമലുകൾക്കും അള്ളാഹു പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്ത് പല ആയത്തുകളിലൂടെ ഉണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും. നാം സ്വാബിര്യങ്ങൾക്ക് പൂർത്തീകരിച്ചു കൊടുക്കും അജ്റഹും, അവരുടെ പ്രതിഫലം, ബിഗൈരി ഹിസാബ്, ഒരു കണക്കും ഒരു ബൗണ്ടറി ഇല്ലാതെ. എന്താ പറയാ, ഇൻഫിനിറ്റ് എന്നൊക്കെ പറയില്ലേ, അള്ളാഹു അതിനൊരു ലിമിറ്റ് വെച്ചിട്ടില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് അത്രയും റിവാർഡ് കിട്ടുന്ന ഒരു മഹത്തായ ഒരു ഇതാണ് സ്വബർ എന്നുള്ള ഒരു ഗുണവിശേഷം. അപ്പം ഇതിലേറെ നമുക്ക് എന്താ മേടിക്കാനുള്ളത്? നമുക്ക് ഏറ്റവും കൂടുതൽ എന്താണ്? അള്ളാഹുവിന്റെ അജ്ർ. അതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇവിടെ ഇരിക്കുന്നതും ഈ ജലസേരി ഇരിക്കുന്നതും നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് സ്മരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്നൊക്കെ എന്ന് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാക്ഷിച്ചിട്ടുണ്ട് അല്ലെ. നമുക്ക് സ്വർഗം വേണം, സ്വർഗത്തിൽ നമുക്ക് എത്തണം. ആ ഒരൊറ്റ എയിമലാണ് നമ്മൾ എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്നത്, നിങ്ങൾക്ക് വാരിക്കോരി ഒരു ബൗണ്ടറി ഇല്ലാതെ ഞാൻ നിങ്ങൾക്ക് പ്രതിഫലം തരുമെന്ന് പറയുമ്പോൾ അത് എത്രയോ സന്തോഷമുള്ളൊരു വാർത്തയാണ്. നമുക്ക് എല്ലാവർക്കും വളരെ മനസ്സിനൊരു സമാധാനം തരുന്നത്. ഞാൻ ക്ഷമിക്കുന്നതും സഹിക്കുന്നതും എല്ലാം അള്ളാഹുവിന്റെ ഈ ബൗണ്ടറി ഇല്ലാത്ത റിവാർഡിന് വേണ്ടിയാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അൽഹംദുലില്ലാ അത് വളരെ ആശ്വാസം തരുന്നൊരു ആയത്താണ് നമുക്ക്. ഇനി പിന്നെ വേറെ ഹദീസിൽ എന്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഒരുപാട് ആയത്തുകളുണ്ട്. ഞാൻ എല്ലാം ഇവിടെ പറഞ്ഞിട്ട് സമയപരിധി ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. 1-2 ആയത്തുകൾ മാത്രം ഞാനിവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. ഹദീസിൽ പറയുന്നത് നോക്കാം. വമാ യുഅത അഹദുൻ അതാഅൻ ഖൈറൻ വ ഔസഅ മിനസ് സ്വബ്ർ. അതായത് സ്വബ്റിനെക്കാട്ടിയും നല്ലതും വിശാലവുമായ സമ്മാനം ആർക്കും ലഭിച്ചിട്ടില്ല. നമുക്കൊരു സമ്മാനം ലഭിക്കുമ്പോൾ അതിന് നല്ല സമ്മാനമായിരിക്കും നമ്മൾ എല്ലാവരും ആഗ്രഹിക്കല്ലോ. പക്ഷെ സ്വബറിനെക്കാട്ടി നല്ലൊരു സമ്മാനം അത് അള്ളാഹു ആർക്കും നൽകിയില്ല. അപ്പൊ അള്ളാഹു നൽകിയിട്ടുള്ള വലിയൊരു ഗുണവിശേഷമാണ് ഈ സ്വബർ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പം ഈ സ്വബറിന്റെ മഹത്വം നമുക്ക് ഇത് തന്നെ ഒരുപാട് നമുക്ക് മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി നമുക്ക് ഖുർആനിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ തന്നെ ഖുർആനിൽ നമുക്ക് ഒരുപാട് പ്രവാചക മാതൃകകളുണ്ട്. നമ്മൾ ഓരോ സൂറത്തുകളിലും പ്രവാചകന്മാരുടെ കഥകൾ നമ്മൾ ഖുർആനിൽ അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുകയാണ്. ഓരോ വിഷയങ്ങൾ നമുക്ക് എന്താ പറയാ, ഇബാദത്തിനെ കുറിച്ചും അമലുകളെ കുറിച്ചും നമ്മളുടെ സ്വഭാവങ്ങളെ കുറിച്ചും ഒരുപാട് വിശദീകരിക്കുമ്പോൾ അവിടെയൊക്കെ അതിന്റെ ഇടയിലൊക്കെ നമുക്ക് പ്രവാചകന്മാരുടെ കഥകളും കൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രവാചകന്മാരുടെ കഥകൾ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്? അവരുടെ ഗുണവിശേഷങ്ങൾ നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനാണ്. അപ്പൊ ഇങ്ങനെ അവരുടെ ക്ഷമാശീലാണ് നമ്മൾ ഇവിടെ സ്ട്രെസ് ചെയ്തിട്ട് പറയാൻ പോകുന്നത്. ഓരോ പ്രവാചകനെ എടുത്തു നോക്കിയാലും അവർ ഓരോ ഘട്ടങ്ങളിലും അവർ കാണിച്ച ക്ഷമ അതുല്യമായ ക്ഷമയുടെ ഉത്തമ മാതൃകകളാണ് അവര്. പക്ഷെ അതിൽ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ചില പ്രവാചകന്മാര്, അതായത് നൂഹ് നബിയുടെ കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടാവും. 950 വർഷമാണ് അദ്ദേഹം ദഅവത്ത് നടത്തിയത്. അത് 50 വർഷം, 1050 വർഷം കുറവെന്നാണ് ഒരു സൂറത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത്രയും വർഷം 950 നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്തൊരിതാണ്. കാരണം അത്രയും നമ്മൾ മനുഷ്യായുസ് അന്നത്തെ കാലത്ത് അത്രയും ഉണ്ട്, ഇന്നത്തെ കാലത്ത് അതില്ല. എങ്കിൽ തന്നെയും 950 വർഷം അദ്ദേഹം ദഅവത്ത് നടത്തിയ രീതി തന്നെ സൂറത്ത് നൂഹിൽ നമുക്ക് കാണാം. ഉറക്കെ വിളിച്ചിട്ടും രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റും ആ രീതിയിലൊക്കെ അദ്ദേഹം ദഅവത്ത് നടത്തി. പക്ഷെ അവര് ചെവിയിൽ തിരിയിട്ട് അവർ തിരിഞ്ഞു നടന്നു കളിയാണ് ചെയ്തത്. പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹം ആ ക്ഷമ കൈവിട്ടില്ല. നമുക്ക് നമ്മളുടെ മക്കളോടായാലും നമ്മുടെ വീട്ടിലായാലും ഒരു കാര്യം ആരുടെ അടുത്തെങ്കിലും ഒന്ന് പറഞ്ഞു, 2 പറഞ്ഞു, 3 പറയുമ്പോഴേക്കും നമ്മളുടെ ക്ഷമ പോവല്ലേ.
ഈവൻ ദൈവത്തിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ആ ഭാഗത്തേക്ക് പിന്നെ നോക്കുക തന്നെയല്ല. കാരണം അവൻ നന്നാവില്ല, അല്ലെങ്കിൽ അവൻ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല, അത്രയും നമുക്ക് ഇതുണ്ടാവുള്ളൂ. പക്ഷെ ഇദ്ദേഹം, ഈ പ്രവാചകൻ എത്രയോ ക്ഷമയോട് കൂടിയിട്ടാണ് സ്വന്തം കാര്യത്തിനോ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ ഒന്നുമല്ല, അള്ളാഹുവിന്റെ ദീനിലേക്ക്, തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് എത്രയോ ക്ഷമ കാണിച്ചുകൊണ്ട് തന്നെ ആ ദൗത്യം അദ്ദേഹം പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. അപ്പം നൂഹ് നബിയുടെ ആ ഒരു മാതൃക നമ്മളുടെ ജീവിതത്തിൽ വളരെയധികം നമുക്ക് എടുത്ത് അഡാപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ വേറൊരു പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ കാര്യമാണെങ്കിൽ, ഇബ്രാഹിം നബിയുടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ഇബ്രാഹിം നബി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സമുദായം തന്നെയാണെന്നാണ് പറയുന്നത്. ഒരു ഉമ്മത്തായിട്ടാണ് ഇബ്രാഹിം നബീനെ വിശേഷിപ്പിക്കുന്നത്. കേവലം ഒരു പ്രവാചകനോ മനുഷ്യനോ ആയിട്ടല്ല. അതായത് ഒരുപാട് ദൗത്യങ്ങൾ, അള്ളാഹു ഏൽപ്പിച്ച ഓരോ ഉത്തരവാദിത്വങ്ങളും അദ്ദേഹം വളരെ ഭംഗിയോടെ നിറവേറ്റി, യാതൊരു എന്താ പറയാ മനസ്സിന് പ്രയാസമില്ലാതെയും ചാഞ്ചല്യമില്ലാതെയും വളരെ നല്ല രീതിയിൽ പൂർത്തീകരിച്ച ഒരു പ്രവാചകനാണ് ഇബ്രാഹിം നബി. ഓരോന്നും എടുത്ത് ഓരോ ഘട്ടങ്ങൾ എടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഇബ്രാഹിം നബിയുടെ കാര്യം പറയാനായിട്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഡീപ്പായിട്ട് പോകുന്നില്ല. പക്ഷെ ചില സന്ദർഭങ്ങൾ ആ തീയിലിടാൻ, ഇബ്രാഹിം നബിനെ തീയിലിടുന്ന സന്ദർഭം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ആ മനസ്സിന് ചാഞ്ചല്യം, ഒരാളെ തീയിലേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം മനുഷ്യൻ പതറുന്നൊരവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിലും ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അള്ള ഉണ്ട് എനിക്ക്, അള്ള മതി എന്നുള്ള ഒരൊറ്റ ഉറപ്പിൽ അദ്ദേഹം നിന്നത്. പിന്നെ പിന്നീടുണ്ടായ സംഭവങ്ങളെ തീയിനെ അദ്ദേഹം അള്ളാഹു തന്നെ തണുപ്പിച്ചു. പിന്നെ ആ പരീക്ഷണത്തിൽ നിന്ന് വളരെ വിജയപൂർവ്വം അദ്ദേഹം അത് പൂർത്തീകരിച്ചു. അതേപോലെ മകനെ എന്താ പറയാ ആറ്റുനോറ്റ് പൊന്നാരിച്ചു, എന്താ പറയാ വളരെ ഇതുപോലെ വാർദ്ധക്യത്തിൽ ജനിച്ചൊരു മകനെ അറുക്കാനായിട്ടുള്ള ഒരു കൽപ്പന, ഇതൊക്കെ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും അദ്ദേഹം കാണിച്ച ക്ഷമ നമുക്ക് വളരെയധികം നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ ഘട്ടങ്ങളിലും, അത് നമ്മൾ പ്രവാചകന്മാരുടെ ചരിത്രം ജസ്റ്റ് വായിച്ചു പോവോ പഠിച്ചു പോവല്ല, ഖുർആൻ ആയത്തുകളിൽ കൂടെ ഓതി വിടുകയല്ല വേണ്ട. അത് അവരുടെ അള്ളാഹുവെ നമ്മൾ ആ ഓരോ ആയത്തുകൾ ഓതുമ്പോൾ നമ്മുടെ മനസ്സിലേക്കും അതാണ് വരേണ്ടത്. നമുക്ക് ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഇത്രയും മഹത്തമായ ഒരു ഗുണം നമ്മുടെ ജീവിതത്തിലേക്കും അതിന്റെ ഇത് സാംശീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതായിരിക്കണം നമ്മളുടെ പ്രാർത്ഥന ആ ആയത്തുകളിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ. പിന്നെ യാക്കൂബ് നബി, യാക്കൂബ് നബിയുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ചരിത്രം സൂറത്ത് യൂസുഫിൽ വ്യക്തമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. സൂറത്ത് യൂസുഫില് യാക്കൂബ് നബിയുടെ ക്ഷമ ശരിക്കും നമ്മളൊക്കെ പാരന്റ്സ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ മക്കളാണ്. അപ്പൊ മക്കളും പാരന്റ്സും തമ്മിലുള്ള ആ ബന്ധം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. ഒരു മകനെ നഷ്ടപ്പെട്ടു, വീണ്ടും വേറൊരു മകനെ നഷ്ടപ്പെട്ട്, പിന്നെ എന്താ പറയാ ആ മകനെ കുറിച്ചൊരു അറിവില്ലാതെ വർഷങ്ങളോളം കരഞ്ഞ് കണ്ണുകളൊക്കെ വെളുത്തുപോയി എന്നാണ് പറയുന്നത്. അപ്പൊ എന്നാലും അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, ഇന്നമാ അഷ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ്, അള്ളാഹുവിനോടല്ലാതെ എൻ്റെ ആവലാതിയും പരാതിയും ഞാൻ ആരോടും പറയുന്നില്ല എന്നാണ് അദ്ദേഹം ഒരു ആയത്തിൽ കൂടെ അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ ഒന്ന് ആലോചിക്കുക, നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മൾ എത്രയൊക്കെ പരാതികളാണ് നമ്മൾ മറ്റുള്ളവരുടെ അടുത്തും എന്താ പറയാ നമ്മളുടെ കുടുംബക്കാരുടെ അടുത്തും ബന്ധുക്കളടുത്തും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതിന് തെറ്റുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ പരാതി, ആവലാതി, അത് ആരോടാണ് നമ്മൾ കൊടുക്കേണ്ടത്? അള്ളാഹുവിനോട് മാത്രം. ആ അള്ളാഹുവിനോട് മാത്രം പരാതി പറഞ്ഞാലാണ് നമുക്ക് അതിനുള്ള എന്താ പറയുക സൊല്യൂഷനും അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് വരുള്ളൂ. ആ ക്ഷമ കാണിച്ചുകൊണ്ട് അള്ളാഹുവിനോട് അള്ളാഹുവിനോട് നമുക്ക് എത്ര വേണമെങ്കിലും കരഞ്ഞ് പരാതിപ്പെടാനും ആവലാതിപ്പെടാനും, പരാതി മീൻസ് ദുആയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിനോട് കരഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ആ കാര്യം നേടിയെടുക്കാനുള്ള എന്താ പറയാ ആ ഒരു പ്രിവിലേജ് അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. ഒരു കൊച്ചുകുട്ടി ഒരു ഉപ്പാന്റെ മുണ്ടിന്റെ തലയ്ക്കൽ പിടിച്ചു വലിച്ചിട്ട് വാശി കാണിച്ച് ഒരു കാര്യം സാധിച്ചെടുക്കില്ലേ, അതേപോലെ അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അത് സാധിപ്പിച്ചു തന്നെ നമുക്ക് ദുആ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും നമ്മൾ ക്ഷമിച്ചു കൊണ്ട് നിൽക്കുക, അതാണ് നമ്മുടെ യാക്കൂബ് നബി നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. പിന്നെ അയ്യൂബ് നബിയുടെ ഉദാഹരണം ഞാൻ പറയണം. അയ്യൂബ് നബി, അത് നമ്മൾ ഈ കാലത്ത് രോഗങ്ങളാണ് നമ്മളുടെ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ നമുക്ക് നോക്കിയാൽ ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മൾ രോഗങ്ങളിൽ കൂടെ, മുമ്പത്തെ ജനറേഷനും മുമ്പത്തെ കാലഘട്ടത്തിലുള്ളതിനെക്കാട്ടി രോഗങ്ങൾ കൂടി വരികയാണ്. ഓരോ സമയത്തും പല രീതിയിലുള്ള അസുഖം, എന്താ പറയാ വളരെ സീരിയസ് ആയിട്ടുള്ളതും വളരെ ശിഫ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതും അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളാണ് ഇപ്പൊ പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിൽ തന്നെ പലരും അതിൽ കൂടെ കടന്നു പോകുന്നവരുണ്ടാവും.
അപ്പോൾ അയ്യൂബ് നബിയുടെ പ്രാർത്ഥന, അദ്ദേഹം എന്താ പറയാ, ഒരുപാട് നഷ്ടങ്ങൾ, ആരോഗ്യം നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ സ്വത്തുക്കള്, ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ടും അള്ളാഹുവിനോട് പറയുന്ന ആ രീതി തന്നെ നമുക്ക് നോക്കിയാല്, ഇനി മസ്സനിയ ദുർറ്, എന്നൊരു ദുർറ് ബാധിച്ചിരിക്കുന്നു. വളരെ എന്താ പറയാ, അൻത അർഹമുർ റാഹിമീൻ, നീയാണല്ലോ റബ്ബേ, എല്ലാ കാര്യങ്ങൾക്കും കാരുണ്യവാൻ നീയാണല്ലോ. അപ്പം ആ പ്രാർത്ഥിക്കാൻ ഇത്രയും അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകിയതിലുള്ള ഒരു ആ ഒരു സംതൃപ്തിയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ അപ്പോഴും ആ സമയത്തുള്ളത്. അല്ലാതെ വളരെ എന്താ പറയാ, നിരാശപ്പെട്ടുകൊണ്ടോ എനിക്കിങ്ങനെ വന്നില്ലേ റബ്ബേ, അതൊന്നും അല്ല പറയുന്നത്. വളരെ എന്താ പറയാ, ആ പറച്ചില് തന്നെ നമുക്ക് കാണാം എത്രയോ ഒതുക്കത്തോടു കൂടി, സഹനത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. അപ്പം ഇങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ ജീവിതം എടുത്ത്, പിന്നെ നമ്മുടെ റസൂലിന്റെ കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതാണ്. എന്താ പറയാ, ഓർഫൻ ആയിട്ടുള്ള ജനനം, ചെറുപ്പത്തിൽ തന്നെ, ബാല്യത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടത്, പിന്നെ അതിനുശേഷം ഓരോ ഘട്ടങ്ങളിലും വഹി ലഭിച്ചതിന് ശേഷമുള്ളതും വഹീന് മുമ്പുള്ളതും, ജീവിതം ഫുള്ള് മുഹമ്മദ് നബിയുടെ ജീവിതം എടുക്കുകയാണെങ്കിൽ ഫുള്ള് പരീക്ഷണങ്ങളും ക്ഷമകളും, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച ക്ഷമയും വളരെ വളരെയധികം എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മാതൃകയാക്കി നമ്മളുടെ ജീവിതത്തിലേക്ക് അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ്, ഖുർആനിലൂടെ കടന്നു പോകണം. ഖുർആൻ വായിച്ച് മനസ്സിലാക്കണം. ഖുർആനിൽ എന്താണ് അള്ളാഹു ഓരോ പ്രവാചകന്മാരിലൂടെയും നമുക്ക് പഠിപ്പിച്ചു തന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അതേപോലെ തന്നെ ഹദീസുകളിലും ക്ഷമയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ ഇൽമു വർദ്ധിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. കാരണം നമ്മൾ വെറുതെ ഒരു അറിവില്ലാത്ത കാര്യത്തിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പ്രവർത്തിക്കാൻ പറ്റില്ല. ആദ്യം നമുക്ക് അതിനെക്കുറിച്ചുള്ള ശരിയായ ഇൽമു വേണം. അപ്പം ആദ്യം നമ്മൾ ഈ ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. ഈ ക്ഷമ എന്നുള്ളത് ഒരു നിസ്സാര കാര്യമല്ല. വളരെയധികം നമ്മുടെ ജീവിതത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മൾ സ്വർഗം സ്വർഗം നേടിയെടുക്കേണ്ട ഒരു സ്വഭാവ ഗുണമാണ് സ്വബർ. ഇനി നമ്മൾ സ്വബറിന്റെ കാര്യം നോക്കാം. ഉലമാക്കള് സ്വബറിനെ കുറിച്ചിട്ട് 3 കാറ്റഗറി ആയിട്ടാണ് അവര് തിരിച്ചേക്കുന്നത്. അതായത് സ്വബർ 3 തരത്തിലാണെന്നാണ് അവർ പറയുന്നത്. അത് ഏതൊക്കെയാണ് ആ 3 തരം? ഒന്ന് ക്ഷമ, എന്തിനാ, നമ്മളുടെ ഇബാദത്തുകളിലുള്ള ക്ഷമ. പേഷ്യൻസ് ഇൻ ഒബേയിങ് അള്ളാഹുവിനെ അനുസരിക്കുന്നതിനുള്ള ക്ഷമ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ എത്രയോ ക്ഷമ കാണിച്ചാലാണ് നമുക്ക് ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയം, തഹജ്ജുദ് നമസ്കാരം ഒന്ന് ആലോചിച്ച് നോക്കുക, നല്ല സുഖത്തിൽ ഉറങ്ങിക്കിടക്കുന്ന സമയം, അവിടെ നമ്മൾ ക്ഷമാപൂർവ്വം എണീറ്റ് ആ പുതപ്പ് മാറ്റി എടുത്ത് നമ്മൾ തഹജ്ജുദ് അള്ളാഹുവിനേക്ക് സുജൂദ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാന്ന് പറഞ്ഞാൽ ഒരുപാട് ക്ഷമ വേണ്ട ഒരു കാര്യമാണ്. റമദാൻ മാസത്തിലെ നോമ്പ് നമുക്കത് എടുത്തെടുത്ത് ശീലമായി, അത് നമുക്ക് ഈസി ആയിട്ടുണ്ടാവും. പക്ഷേ നല്ല എക്സ്ട്രീം ക്ലൈമറ്റ്സ്, എക്സ്ട്രീം പിന്നെ ലോങ് അവേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള വരുമ്പോഴൊക്കെ അത് നമ്മളുടെ ക്ഷമേനെ പരീക്ഷിക്കാണ്. അതിനപ്പുറം നമ്മളുടെ നാവിനെ റെസ്ട്രെയിൻ ചെയ്യല്, അതൊക്കെ നമുക്ക് വളരെ ക്ഷമ വേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഓരോ ഇബാദത്തിനും ആ ക്ഷമ നമ്മൾ കാണിക്കണം. നമസ്കാരമായാലും ഖുശൂഅോട് കൂടിയിട്ട് ശ്രദ്ധ എവിടെയും പോകാതെ നമസ്കരിച്ച് അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ടാസ്ക്കാണ്, നിസ്സാര കാര്യമല്ല അത്. അപ്പൊ അതിലും നമ്മളുടെ ക്ഷമയാണ് അവിടെയൊക്കെ കാണേണ്ടത്. അപ്പൊ ഓരോ ഇബാദത്തുകളും, പിന്നെ ഇബാദത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് പറയല, നമ്മളുടെ പുഞ്ചിരി പോലും അതൊരു നമുക്ക് റിവാർഡ് നേരിട്ടിരുന്ന കാര്യമാണ്. അപ്പൊ ഓരോ മനുഷ്യന്മാരായിട്ടുള്ള ഡീലിങ്സ്, ഇബാദത്ത് എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ അതിൽ പെടും. വെറും ജസ്റ്റ് പ്രാർത്ഥനയും നമസ്കാരം നോമ്പും മാത്രമല്ല, മനുഷ്യന്മാരായിട്ടുള്ള ഇടപാട്, നമ്മുടെ സ്വത്ത് കാര്യങ്ങൾ, അനന്തരാവകാശ കാര്യങ്ങൾ, എല്ലാ മേഖലകളിലും, ഫൈനാൻസിലായാലും പിന്നെ ഏത് രംഗത്തായാലും മനുഷ്യന്മാരുള്ള ഇടപെടലുകളിലായാലും എല്ലായിടത്തും നമ്മൾ അതിൻ്റെതായ ക്ഷമ നമ്മൾ കാണിക്കുക. ആ ഒരു ക്ഷമ, ആ ഒരു ഏരിയയിലുള്ള ക്ഷമ, അതാണ് ഫസ്റ്റ് കാറ്റഗറി. പിന്നെ പറയുന്നത് നമ്മൾ വിട്ടു നിൽക്കേണ്ട, അതായത് അള്ളാഹുവിനെ ഒബേ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ വിട്ടു നിൽക്കുക, അതാണ് രണ്ടാമത്തെ കാറ്റഗറി. അതായത് പേഷ്യൻസ് ഇൻ ആബ്സ്റ്റൈനിങ് ഫ്രം സിൻസ്. നമുക്കിപ്പോൾ ഒരു ടെംപ്റ്റേഷൻ, നമ്മളിപ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെ നമ്മൾ പോവാണ്, അപ്പൊ നമുക്ക് ഇപ്പൊ കോളേജിലെ കുട്ടികളാണ്, അപ്പൊ ഹിജാബ് മാറ്റണം എന്ന് അവർക്ക് തോന്നുകയാണ്, എല്ലാവരും ഹിജാബ് ഇല്ലാതെ പോകുന്നു. ചില ടീനേജ് പെൺകുട്ടികൾക്ക് ചിലപ്പോൾ അങ്ങനത്തെ ടെംപ്റ്റേഷൻ ഒക്കെ വന്നേക്കാം.
അപ്പം അവിടെ എന്താണ്, അള്ളാഹു അവരെ കാണുന്നുണ്ടെന്നുള്ള ഒരു ബോധം. അതേപോലെ ഇപ്പൊ ഒരു സാധാരണ ഒരു പാർട്ടിയിൽ പങ്കെടുക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അവിടെ എല്ലാവരും മദ്യം ഇതാക്കാണ്. അപ്പം ആരുമില്ല, ഇപ്പൊ ആരും എന്നെ കാണുന്നൊന്നുമില്ല, ജസ്റ്റ് എനിക്ക് വേണമെങ്കിലും ചെയ്താലും വലിയ പ്രശ്നമൊന്നുമില്ല എന്നൊരു തോന്നൽ. പക്ഷെ അതിൽ നിന്ന് വിട്ടു നിൽക്കണമെങ്കിൽ അള്ളാഹു എന്നെ കാണുന്നുള്ള ആ ബോധം വേണം. ആ ഒരു ക്ഷമയാണ് അവിടെ വേണ്ടത്. അപ്പൊ എന്ത് കാര്യങ്ങളേലും അള്ളാഹു വിലക്കിയ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുക എന്നുള്ളത്, എന്ത് പാപങ്ങളിൽ നിന്നാലും ചെറുതായാലും വലുതായാലും അതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത്, അതിനും നമുക്ക് ക്ഷമ വേണം. ഈ രണ്ട് ക്ഷമകൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ഒബേ ചെയ്യാനുള്ള ക്ഷമ, അള്ളാഹു പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നോ എന്ന് പറഞ്ഞ കാര്യങ്ങള്, ഹറാം എന്ന് പറഞ്ഞ കാര്യങ്ങള്, അല്ലെങ്കിൽ നിങ്ങൾക്കത് ശരിയല്ല നല്ലതല്ല എന്ന് സൂചിപ്പിച്ച കാര്യങ്ങള് നബിയോ അള്ളാഹുവോ നബിയോ ഖുറാനിലൂടെയോ ഹദീസിലൂടെയോ നമുക്ക് പഠിപ്പിച്ച കാര്യങ്ങളിൽ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കുക. അപ്പൊ ഇതും നമ്മളുടെ ക്ഷമ വേണ്ട ഒരു ഭാഗമാണ്. ഇനി മൂന്നാമതൊരു ക്ഷമയുണ്ട്. അതാണ് നമ്മളുടെ എന്താ പറയാ കലാമിറ്റീസ്. നമുക്ക് പെട്ടെന്നൊരു ആപത്ത് വരികയാണ്, നമ്മളുടെ വീട് തീ പിടിക്കുക. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല, നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരു അപകടം നമ്മുടെ ഇതില്. പക്ഷെ അത് ചില ഘട്ടങ്ങളിൽ അങ്ങനെ സംഭവിക്കും. ആ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആ ഒരു ഘട്ടങ്ങളിൽ അത് സംഭവിക്കുമ്പോൾ നമ്മളുടെ ഒരു ക്ഷമ അവിടെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളുടെ വേണ്ടപ്പെട്ടവര്, നമുക്ക് പ്രിയപ്പെട്ടവര്, ഒരിക്കലും നമ്മൾ ആരോഗ്യപരമായിട്ടൊരു പ്രശ്നം ഒന്നുമില്ലാത്തൊരു വ്യക്തി, നമ്മുടെ ഹസ്ബൻഡാവാം, ഉമ്മയാവാം, വാപ്പയാവാം, ഒരു അസുഖങ്ങളോ ഒന്നും ഇല്ലാത്തൊരു പെട്ടെന്ന് മരിക്കുകയാണ്. നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ആ ഒരു ക്ഷമ കിട്ടുക എന്നുള്ളത്, ഈ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ക്ഷമ കിട്ടുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതാണ് കലാമിറ്റീസിൽ നമുക്ക് വരുന്ന പെട്ടെന്നുള്ള ആപത്തുകൾ, പെട്ടെന്നുള്ള അപകടങ്ങൾ, പെട്ടെന്നുള്ള എന്താ പറയാ ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളായാലും, നമ്മളുടെ വീടില് എന്തെങ്കിലും നമ്മളുടെ ധനം അപഹരിച്ചു പോവുക, അങ്ങനെ പിന്നെ ബിസിനസ് തകർന്നു പോവുക, അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതൊക്കെ ഫേസ് ചെയ്യാനുള്ള ക്ഷമ, അതാണ് മൂന്നാമത്തെ കാറ്റഗറി. അപ്പൊ ഈ 3 കാറ്റഗറികളിലുള്ള ക്ഷമയും നമ്മൾ വിശകലനം ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കി. ഇങ്ങനെ 3 കാറ്റഗറിയിലാണ് ക്ഷമേനെ ഉലമാക്കള് വിഭജിച്ചേക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിനാണ്? ശരിക്കും പറഞ്ഞാല് നമ്മളുടെ മനസ്സിനെ തന്നെ പ്രിപ്പയർ ചെയ്യണം. നമുക്ക് ഓൾ ഓഫ് എ സഡൻ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അക്വയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗുണമല്ല ക്ഷമ എന്നുള്ളത്. ക്ഷമ നമുക്ക് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഒരുപാട് ക്ഷമ അതിനും വേണം. ക്ഷമ നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്ഷമ വേണം. അപ്പൊ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ക്ഷമ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഇനി. അപ്പം ക്ഷമ കൊണ്ടുവരിക എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഖുർആൻ പഠനം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഖുർആൻ പഠനം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം, നമ്മളിപ്പോൾ നമ്മളടുത്ത് ഒരാൾ ഉപദേശിക്കുകയാണ്, നീ നല്ല ക്ഷമ കാണിക്കുന്ന, ജീവിതത്തിൽ നിനക്ക് എപ്പോഴും ക്ഷമ വേണം കേട്ടോ എന്നൊക്കെ നമ്മളെ ഉമ്മമാരോ വാപ്പമാരോ എല്ലാവരും നമുക്ക് ഉപദേശിച്ചു തരുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ അത് മനസ്സിലാക്കുമ്പോൾ ഖുർആന്റെ ആയത്തിലൂടെ എങ്ങനെയാണ് അള്ളാഹു അവിടെ ക്ഷമേനെ കുറിച്ച് പറഞ്ഞത്, എങ്ങനെയാണ് പ്രവാചകന്മാർ അത് കാണിച്ചത്, എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്, എന്താണ് ഇത്ര മഹത്വം, ഇതൊക്കെ നമ്മൾ ആയത്തുകളിലൂടെ എന്താ പറയാ നമ്മളതിന് വിശകലനം ചെയ്ത് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അത് വളരെ വളരെ അധികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ഒരു ഇത് പറയാം. നമ്മൾ ക്ഷമയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ക്ഷമയില് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മൾ ക്ഷമിക്കണം എന്നുള്ളത് നമ്മൾ ഇങ്ങനെ പഠിച്ചു വരുന്നുണ്ട്, ഖുർആൻ അൽ ബഖറ ഇതൊക്കെ പഠിക്കുമ്പോൾ. പക്ഷെ അൽ ബഖറയിൽ ഒരു ആയത്തുണ്ട്. അൽ ബഖറ അൽ ആയത്തിൽ 214 അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്നത വലമ്മ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സത്തുഹുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനു മഅഹു മത്താ നസ്റുല്ലാഹ്. ഈ ആയത്ത് എന്താ പറയുന്നത്? നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കൂലെന്ന്. നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ മാതിരി പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകാതെ, അം ഹസിബത്തും അൻ തദ്ഖുൽ ജന്നത വലമ്മ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ച ആ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകാതെ നിങ്ങൾ സ്വർഗത്തിൽ കടക്കാൻ പറ്റുമെന്നാണോ നിങ്ങൾ വ്യാമോഹിക്കുന്നത്? നിങ്ങൾ അതാണോ കരുതിക്കൊണ്ടിരിക്കുന്നത്? ഇതാണ് അള്ളാഹു അതിൽ ചോദിക്കുന്നത്. വല്ലാതെ എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ എന്നെ ഒരുപാട് പിടിച്ചു കുലിക്കൊരു ആയത്തെന്ന് തന്നെ പറയാം. മസ്സത്തുഹുമുൽ ബഅസാഉ വദ്ദറാഉ, അവർക്കൊക്കെ എന്താണ് ബഅസാഉം ദറാഉം, ഒരുപാട് പ്രയാസങ്ങൾ അവരെ ബാധിച്ചിട്ടുണ്ട്. വസുൽസിലു ഹത്താ യഖൂല റസൂൽ, അവരിങ്ങനെ വിറക്കിയിരുന്നു. ആ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവരിങ്ങനെ വിറപ്പിക്കപ്പെട്ടു.
ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനു മഅഹു, റസൂലും അവരുടെ കൂടെ റസൂലിന്റെ കൂടെയുള്ള സഹാബകളും എല്ലാവരും ചോദിക്കണം, മത്താ നസ്റുള്ള, അള്ളാഹുവേ നിന്റെ സഹായം എവിടെയാണ് റബ്ബേ, നിന്റെ സഹായം ഞങ്ങൾക്ക് നീ എത്തിച്ചതാ എന്ന് അവരിങ്ങനെ എന്താ പറയാ അള്ളാഹുവിനോട് താണ് കേണ് അപേക്ഷിക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥ നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം. നമ്മള് ഒരുപാട് ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഓരോ സ്വഹാബിമാരും ഓരോ നബിയും സ്വഹാബിമാരും ഒക്കെ അനുഭവിച്ച ശാരീരിക പീഡനങ്ങളും മാനസിക പീഡനങ്ങളും നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ അതിൽ നിന്നൊക്കെ അവര് അള്ളാഹുവിനോട് ക്ഷമാപൂർവം അള്ളാഹുവിന്റെ നസ്ർ തേടിക്കൊണ്ടാണ് അവർ ജീവിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള അവരുടെ ഇതുകളൊന്നും നിങ്ങൾ അനുഭവിക്കാതെ നിങ്ങൾ വളരെ ഈസി ആയിട്ട് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ലൈഫ് വളരെ സ്മൂത്ത് ആണ്, ഇങ്ങനെയൊക്കെ നമുക്ക് ജീവിച്ചാലും നമുക്ക് സ്വർഗം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അപ്പം ഇതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾ അപകടങ്ങളോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നല്ല ഇതിന്റെ അർത്ഥം. അതായത് നമ്മളുടെ ജീവിതത്തിൽ എനി ടൈം എന്തും സംഭവിക്കാം. നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. കാരണം അള്ളാഹു നമ്മളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളുടെ മരണത്തിന് മുന്നായിട്ട് നമ്മൾ ആ ഒരു പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നു പോകും. ആ പരീക്ഷണങ്ങളിലൊക്കെ ക്ഷമ കിട്ടണമെങ്കിൽ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മളുടെ മക്കളോടാവട്ടെ, നമ്മളുടെ ഫാമിലിയിലാവട്ടെ, നമ്മളുടെ ബന്ധുക്കളോടാവട്ടെ, നമുക്ക് എന്താ പറയാ നമ്മൾ ഓരോരുത്തരുടെ ലൈഫും വ്യത്യാസമാണ്. അപ്പൊ ഓരോരുത്തർക്കും ഡിഫറെന്റ് രീതിയിലായിരിക്കും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വരുന്നത്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ആ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ മനസ്സിൽ ആ നിയ്യത്തിനെ പുതുക്കുക. അള്ളാഹു തരുന്ന പരീക്ഷണങ്ങളിൽ ഞാൻ ക്ഷമാപൂർവ്വം നിലകൊള്ളും, കാരണം ഇത് എനിക്ക് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഒരു മാർഗമാണ്. ഇതിലൂടെ മാത്രമേ എനിക്ക് സ്വർഗത്തിൽ എത്താൻ പറ്റൂ എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം നമ്മളത് പ്രാക്ടീസ് ചെയ്യും. മാനസികമായിട്ട് നമ്മൾ അതിന് തയ്യാറായിക്കൊണ്ടിരിക്കുക. അതാണ് ഫസ്റ്റ് തിങ്. പിന്നെ അള്ളാഹുവിനോട് നമ്മൾ അടുക്കുക മീൻസ് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. അള്ളാഹുവേ എന്ത് പ്രയാസങ്ങളാണെങ്കിലും എനിക്ക് അതിനെ തരണം ചെയ്യാനുള്ള ക്ഷമ നീ തരണേ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മളുടെ പ്രാർത്ഥനകളിൽ നമ്മൾ പ്രാർത്ഥിക്കുക. നമസ്കാര ശേഷവും തഹജ്ജുദിലും പിന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളില്ലാതെ നമ്മൾ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇനി എന്ത് പ്രയാസങ്ങൾ വന്നാലും അള്ളാഹുവെ നിന്റെ ഈ നിന്നോടുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പതറിപ്പോകാതെ നിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കാനും നിന്റെ എന്താ പറയാ ആ വിധിയിൽ എനിക്ക് പൂർണ്ണ തൃപ്തനായിട്ട് മുന്നോട്ട് പോകാനും സാധിക്കണേ എന്നുള്ള ഒരു തേട്ടം മനസ്സിൽ നമ്മൾ അതിങ്ങനെ കൊണ്ടു നടക്കുക. അത് എനി ടൈം. അപ്പം ഈ ഒരു പ്രാക്ടീസിലൂടെ നമ്മൾ ജീവിച്ച് പെട്ടെന്നായിരിക്കാം നമ്മളുടെ പ്രിയപ്പെട്ട വളരെ ഓമനിച്ച് വളർത്തുന്ന കുഞ്ഞ് മരിച്ചു പോകുന്നത്. നമുക്ക് എന്താണ് ആ ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ തന്നെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ നിങ്ങൾ അസ്സബ്റു ഇന്ദ സ്വദമത്തിൽ ഊല, നിങ്ങൾ ആദ്യത്തെ ഘട്ടത്തിൽ നിങ്ങൾ കാണിക്കുന്ന ക്ഷമയാണ് ക്ഷമ. അല്ലാതെ നമ്മൾ കുറേ എന്താ പറയാ അട്ടഹസിച്ച് കരഞ്ഞ് നിലവിളിച്ച് കുറേ വിഷമിച്ച് അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്കൊരു സബർ കിട്ടും. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരുന്നതാണ്. ഒരു മനുഷ്യൻ കുറെ കാര്യങ്ങൾ ഇതായി കഴിഞ്ഞ് പിന്നെ അള്ളാഹ് ഒരു സബർ അയാൾ തന്നെ അത് അക്വയർ ചെയ്യും. പക്ഷെ അതല്ല സബർ എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു പ്രയാസം വരുമ്പോൾ ആ ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ തന്നെ നമുക്ക് പറയാൻ പറ്റണം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവെ, അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു പ്രാർത്ഥന, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താ പറയാ അള്ളാഹുവിനെ തവക്കൽ ചെയ്തുകൊണ്ടുള്ള ആ ഒരു ഭാഗം അത് നമ്മുടെ മനസ്സിലേക്ക് എന്ത് പ്രയാസമാണെങ്കിലും ചെറുതായാലും വലുതായാലും അള്ളാഹുവിലേക്ക് മടക്കുക. അള്ളാഹുവിൽ നിന്നാണ് ഞാൻ, അള്ളാഹുവിലേക്ക് തന്നെയാണ് മടങ്ങേണ്ടതെന്നുള്ള ആ ഒരു ബോധം നമ്മുടെ മനസ്സിൽ അതിങ്ങനെ മാനസികമായിട്ട് നമ്മൾ അതിന് തയ്യാറായിക്കൊണ്ടേയിരിക്കുക. പിന്നെ ദുആകൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് എന്താണ്? സബറിന്റെ കാര്യത്തിൽ നമ്മൾ തദബ്ബുർ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ റിഫ്ലക്ഷൻസ്, നമ്മൾ പഠിക്കുന്ന ആയത്തുകൾ, നമ്മൾ ഓതുന്ന ഖുർആൻ, ഇതിനൊക്കെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ വെറുതെ ജസ്റ്റ് ഓതി പോവുക അല്ലെങ്കിൽ ഹിഫ്ലാക്കിക്കൊണ്ടിരിക്കുക. അതിലപ്പുറം ഈ ആയത്തുകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും നിൽക്കണം. അതിനാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഹിഫ്ലാക്കുന്നത്. പക്ഷെ ഈ വെറും ഹിഫ്ലാക്കിയോണ്ടായില്ല, അതിനെക്കുറിച്ചുള്ളൊരു തദബ്ബുർ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഈ ആയത്തുകളിൽ ഇപ്പൊ ഇസ്മായിൽ നബീനെ അറുക്കാനായിട്ട് കൊണ്ടുപോകാനായിട്ട് ഇസ്മായിൽ നബിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ പറയുന്ന ആ വാചകങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓതുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ എന്താ പറയാ അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ശരിക്കും നിലനിൽക്കണം. ആത്മാർത്ഥമായിട്ടുള്ള മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അത് വന്നിട്ടിരിക്കണം.
എങ്കിൽ മാത്രമേ നമുക്ക് ആ ക്ഷമ നമ്മുടെ ജീവിതത്തിൽ ത്രൂ ഔട്ട് ആയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അള്ളാഹുവിനോടുള്ള ഇബാദത്ത് നമ്മൾ ഫർദായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെല്ലാം ചെയ്യും ഇൻഷാ അല്ലാ. പക്ഷെ ആ സുന്നത്തുകളും വർദ്ധിപ്പിക്കുക, ഇതൊക്കെ നമുക്ക് ക്ഷമ പ്രാക്ടീസ് ചെയ്യാനുള്ള ഇതാണ്. സ്വതക്ക വർദ്ധിപ്പിക്കുക. വർദ്ധിപ്പിക്കുമ്പോൾ നമ്മളുടെ മനസ്സിന് അതെന്താ പറയുക, എല്ലാ പാപങ്ങളിൽ നിന്നും നമുക്ക് മുക്താവുകയാണ്. അപ്പൊ നമുക്ക് നാച്ചുറലി നമ്മളുടെ മനസ്സിന് കുറച്ചും കൂടി ഒരു സ്ട്രെങ്ത് കിട്ടും മനസ്സിന്. അപ്പൊ സ്വതക്ക, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക, ഇതൊക്കെ ക്ഷമ പ്രാക്ടീസ് ചെയ്യാനുള്ള ടൂൾസ് ആണ്. ഇനി വേറൊന്ന് അതിൽ പറയാനുള്ള എന്താ വെച്ചാല്, അള്ളാഹു ഈ ക്ഷമ പാലിക്കുമ്പോൾ നമുക്ക് ക്ഷമയ്ക്ക് വേണ്ടി നമ്മൾ എല്ലായ്പ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞല്ലോ. നമ്മള് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ, അതായത് നമ്മളുടെ കുടുംബത്തിലായാലും മറ്റുള്ളവരുടെ ഇതെല്ലാം അവരുടെ പ്രയാസങ്ങളും അവർക്ക് ഇതാക്കേണ്ട ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിലും നമ്മൾ ഇടപെട്ടുകൊണ്ട് അവർക്ക് ആശ്വാസം നൽകുക. അപ്പം നമുക്ക് നമ്മളുടെ ആ ഒരു പ്രയാസങ്ങൾ നമുക്ക് വരുമ്പോൾ അള്ളാഹു നമുക്കും അതിൽ ആശ്വാസം തരും. അപ്പൊ നമ്മൾ മറ്റുള്ളവരുടെ നേർക്ക് കണ്ണടയ്ക്കാതെ അവരുടെ വിഷയങ്ങൾ നമ്മൾ ഇടപെടേണ്ട കാര്യങ്ങളാണെങ്കിലും ഇടപെട്ടാൽ അവർക്ക് അത് ഹൈറാണെങ്കിലും എല്ലാത്തിലും കയറി ഇടപെട്ട് പ്രശ്നമാക്കരുത്. പക്ഷെ അതിൽ എന്തെങ്കിലും ഒരു ഹൈർ അവർക്ക് ലഭിക്കുമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരുടെ കാര്യങ്ങളിൽ അവർക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ടും അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നേടി അവർക്കൊരു സമാധാനം കൊടുക്കാനായിട്ടും നമ്മൾ ശ്രമിക്കുക. അത് നമുക്ക് അള്ളാഹു മലക്കുകൾ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. അത് തിരിച്ച് നമുക്ക് ഈ ലോകത്ത് തന്നെ അതിന്റെ റിവാർഡ് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ക്ഷമയ്ക്ക് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്? കാരണം ഇത് നമുക്ക് സ്വർഗത്തിലേക്കാണ്. നമ്മളുടെ അൾട്ടിമേറ്റ് എയിം എന്താണ്? സ്വർഗമാണ്. അപ്പൊ സ്വർഗത്തിലേക്ക് നമുക്ക് പോകാനുള്ള ഒരു എന്താ പറയാ, ഇതൊക്കെ നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ്. ഒരുപാട് വിഭാഗത്തുകൾ, ഒരുപാട് സ്വഭാവങ്ങൾ നമ്മൾ അക്വയർ ചെയ്യാറുണ്ട്. പക്ഷെ അതിലൊന്ന് ക്ഷമ എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അള്ളാഹു നേരത്തെ പറഞ്ഞ പോലെ വാരിക്കോരി കൊടുക്കുന്ന ഒരു ഇതാണ്, അജ്ർ കൊടുക്കുന്ന ഒരു വിഷയമാണ് ക്ഷമ. പിന്നെ ക്ഷമാക്കൾക്ക് മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റൂ എന്നുള്ളത് അള്ളാഹു എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ക്ഷമയില്ലാതെ നമുക്ക് ഒരിക്കലും നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റില്ല. ആദ്യമേ നമ്മൾ ക്ഷമ പ്രാക്ടീസ് ചെയ്ത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മളുടെ കുടുംബത്തിലേക്കും നമ്മുടെ സമുദായത്തിലേക്കും അതിന്റെ എന്താ പറയാ, അതിന്റെ ഒരു മാതൃക നമ്മളിൽ കൂടെ തന്നെ നമ്മൾ കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും അത് സാധിക്കണം. അള്ളാഹു നമുക്ക് അതിനുള്ള കഴിവും ശക്തിയും എല്ലാം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ പറയാനുള്ളത്, ഈ ക്ഷമയെ തന്നെ വേറൊരു കാര്യം കൂടി നമ്മൾ സൂചിപ്പിക്കണം. നമ്മൾ ക്ഷമ, ഇപ്പൊ നമുക്ക് യാതൊരു പ്രയാസമില്ലാത്തൊരു സമയത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നു. ജീവിതം വളരെ സ്മൂത്താണ്, വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്താ പറയാ, അൽഹംദുലില്ലാ, ഒരു വലിയൊരു പ്രയാസമോ ബുദ്ധിമുട്ടോ വിഷമോ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒന്നും ഒരു ഇതുമില്ല. അങ്ങനത്തെ ഘട്ടങ്ങളും നമുക്ക് ഉണ്ടാവുമല്ലോ ജീവിതത്തില്. ഈ ഒരു സമയത്താണ് നമ്മൾ ഏറ്റവും അള്ളാഹുവിനോട് ശുക്ർ ചെയ്യേണ്ടത്. അള്ളാഹുവേ, എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ നീ തന്നിട്ടുണ്ടല്ലോ. അപ്പം ഇതിൽ നിന്ന് ആ ഒരു അനുഗ്രഹങ്ങളോടുള്ള നന്ദി, അത് നമുക്ക് ഈ അനുഗ്രഹങ്ങൾ നമ്മളിൽ നിന്ന് ഒരു ഘട്ടത്തിൽ എടുത്തു പോവുകയോ അതിനെക്കാട്ടും വലിയ പ്രയാസങ്ങൾ വരികയോ ചെയ്യുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു എന്താ പറയാ, ആ ഒരു താക്കത്താണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുക. അതിനുള്ള ഒരു പ്രാക്ടീസാണ് നമുക്ക് ഇവിടെ ആ ശുക്രി കൂടെ കിട്ടുന്നത്. അപ്പൊ ആ ശുക്ർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്ത് സന്തോഷമായാലും എന്ത് പ്രയാസങ്ങളില്ലാത്തൊരു സമയമാണെങ്കിലും നമ്മൾ ശുക്ർ വർദ്ധിപ്പിക്കുക. അൽഹംദുലില്ലാ, എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം, ഇങ്ങനെ ഒരു പ്രയാസത്തിൽ നിന്ന് തന്നെ അള്ളാഹു നീ ഒഴിവാക്കി തന്നിട്ടുള്ള ഒരു നന്ദി എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുക. അള്ളാഹുവിനോട് അത് ദുആകളിൽ കൂടെയും നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ നേരിട്ട് സംസാരിക്കുന്ന ആ സ്വകാര്യ വേളകളിലൊക്കെ നമ്മൾ അത് പ്രകടിപ്പിക്കുക. പിന്നെ വേറൊന്ന് ഇതിൽ പറയാനുള്ളത്, നമ്മള് ഈ വലിയ വലിയ ആപത്തുകൾ വരുമ്പോൾ നമ്മള് എന്താ പറയാ, വളരെയധികം പ്രയാസപ്പെടും ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതിൽ കരഞ്ഞ മനസ്സിനെ ഇതാക്കുക. ആ കരച്ചിൽ നമുക്ക് അനുവദനീയാണ്. നമ്മളുടെ കരച്ചിൽ, നമ്മുടെ മനസ്സിലുള്ള കുറെ ഇതുകൾ ഇതാണ്. പക്ഷെ ആവലാതിപ്പെടുക, പരാതിപ്പെടുക, അതിനെ കുറിച്ചിട്ട് അക്ഷമ കാണിക്കുക, അതൊക്കെയാണ് നമുക്ക് വിലക്കിയിരിക്കുന്നത്. ഇപ്പൊ ഒരാൾക്ക് കുറെ കരഞ്ഞ, ഭർത്താവ് മരിച്ചിരിക്കുന്ന ഒരു സ്ത്രീ, അവർക്ക് കണ്ണീന്ന് വെള്ളം ധാരയായി പോകുന്നു. അതിന് നമുക്ക് ഒരു തെറ്റും നമുക്ക് പറയാനില്ല. അവരുടെ മനസ്സിന്റെ ഒരു ഇതാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും കണ്ണീര് വന്നിട്ടുണ്ടല്ലോ പല ഘട്ടങ്ങളിലും. അപ്പം അതൊരു തെറ്റായിട്ട് നമ്മൾ കണക്കാക്കരുത്. പക്ഷെ ആ ഒരു സഹനം, ആ ഒരു ടൈമിൽ നമുക്ക് ആ ഒരു ഇതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം, ക്ഷമ, തൻ്റെ ഇടം,
ഇതാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. അതാണ് നമ്മൾ അവിടെ കാണിക്കേണ്ടത്. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഇപ്പൊ എന്താ പറയാ, ഒരുപാട് ക്ഷമ നമ്മൾ പരീക്ഷിക്കേണ്ട ഘട്ടങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതെല്ലാം നമ്മൾക്കൊരു വലിയ വലിയ പരീക്ഷണങ്ങളിലേക്കുള്ള ഒരു പ്രാക്ടീസ് ആയിട്ട് നമ്മൾ അതിനെ ഇപ്പോഴേ കണ്ടിട്ട് അതിനെ വളർത്തി വളർത്തി കൊണ്ടുവരിക. പിന്നെ ഈ ക്ഷമയിൽ തന്നെ ഒരു വളരെ ഭംഗിയുള്ള ഒരു ക്ഷമയുണ്ട്, സബ്റുൻ ജമീൽ. എന്താ വെച്ചാൽ ഭംഗിയായൊരു ക്ഷമ. അത് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോ എന്താണ് ഈ ഭംഗിയായിട്ട് ക്ഷമിക്കുക? അത് 3 പ്രാവശ്യമാണ് സബ്റുൻ ജമീൽ കണ്ടത്. സബ്റുൻ ജമീൽ കണ്ടത് 2 പ്രാവശ്യം സൂറത്ത് യൂസുഫിലാണ്. അതായത് യാക്കൂബ് നബിയുടെ ഭാഗം. യാക്കൂബ് നബി പറയാണ്, ഞാൻ വളരെ ഭംഗിയായ ക്ഷമയാണ് ക്ഷമിക്കണം എന്നുള്ളത്. അപ്പൊ ആ ഭംഗിയായ ക്ഷമ, നമ്മളും ആ ഒരു ഭംഗിയായ ക്ഷമ തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരേണ്ടത്. വെറും ഒരു ക്ഷമയല്ല, ഭംഗിയായ ക്ഷമ. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ഭംഗിയായ ക്ഷമ എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ അത് വിശദീകരിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്കും ഇമാജിൻ ചെയ്യാൻ പറ്റും. അതായത് ആ ക്ഷമിക്കുന്നതിന്റെ ഒരു ഭംഗി, നമ്മൾ ഒരു കാര്യം എങ്ങനെ നമ്മൾ നേരിടുന്നു. ക്ഷമ എന്ന് പറഞ്ഞാൽ വെറുതെ ജസ്റ്റ് എന്താ പറയാ, അതിനങ്ങട് മിണ്ടാതിരിക്കുക, ക്ഷമിക്കുക, അതല്ല. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് ഡീൽ ചെയ്യുക എന്നുള്ളതാണ് ആ ക്ഷമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടില് നമ്മൾ ഒരു അമ്മായിയമ്മ ആ മരുമകളുടെ അടുത്ത് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പം ഓരോ പ്രാവശ്യം ക്ഷമിച്ച് അങ്ങനെ ഈ ആളുടെ നമ്മളുടെ ജീവിതം കളയണമെന്നല്ല അതിന്റെ അർത്ഥം. ആ ആ സിറ്റുവേഷൻ മാറ്റിയെടുക്കാനായിട്ടുള്ള നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ബുദ്ധിപൂർവമായ ഇടപെടൽ, അതാണ് അവിടുത്തെ ക്ഷമ. മനസ്സിലായോ? ആ ഉമ്മാട് ചിലപ്പം വേറൊരു അപ്രോച്ച് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം സിറ്റുവേഷൻ മാറും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളൊന്നും മാറ്റി ചെയ്താൽ ചിലപ്പോൾ ആ സിറ്റുവേഷൻ മാറും. അങ്ങനെ എന്താണ് അവിടെ വിഷയം എന്നുള്ളത് നമ്മൾ കണ്ടെത്തിക്കൊണ്ട് ആ സിറ്റുവേഷൻ നമ്മളുടെ ആരോഗ്യം, നമ്മളുടെ മെന്റൽ ഹെൽത്തും പോകരുത്, നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും പോകരുത്, അതേസമയം ഉമ്മയും ഹാപ്പി, എല്ലാവരും അപ്പൊ അതിനെ നമ്മൾ ആ ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമം, അതാണ് അവിടുത്തെ ക്ഷമ. അല്ലാതെ നമ്മൾ എന്തുണ്ടായാലും ക്ഷമിച്ച് നമ്മൾ അങ്ങേയറ്റം എന്താ പറയാ നിസ്സഹായ അവസ്ഥയിലേക്ക് പോകുക എന്നുള്ളതല്ല ശരിക്കും ക്ഷമയുടെ ഉദ്ദേശം. ആ ക്ഷമേനെ ബുദ്ധിപൂർവ്വം നമ്മളെ ഏറ്റവും നല്ല രീതിയിൽ, നമ്മൾക്കും ഹൈറായിരിക്കണം, ആ സിറ്റുവേഷൻ അനുഭവിക്കുന്ന ആൾക്കാർക്കും ഹൈറായ രീതിയിൽ അതിനെ കൊണ്ടുവരിക, അതാണ് ശരിയായ ക്ഷമ. അപ്പൊ ഇത് നമ്മുടെ പ്രാക്ടീസിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ തന്നെ നമ്മൾ ഇതിനെ കുറേശ്ശെ ആയിട്ട് നമ്മൾ അക്വയർ ചെയ്യണം. ഓൾ ഓഫ് എ സഡൻ നമുക്ക് ഒരു ദിവസമോ 2 ദിവസമോ നമുക്കിത് കിട്ടാൻ പോകുന്നില്ല. നമ്മളുടെ ചിന്തകള് അള്ളാഹുവിനോടുള്ള ആ ഒരു എന്താ പറയാ ഇസ്തിഖാം, അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനുള്ള ആ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഈ ക്ഷമയുടെ എന്താ പറയാ ആ ഒരു ഓരോ സ്റ്റേജസ് നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് ക്ഷമേനെ കുറിച്ച് പറയാനുള്ളത്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും, നമ്മളെല്ലാവരെയും ക്ഷമാലുക്കളിൽ ഉൾപ്പെടുത്തിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. റബ്ബന അഫ്രിഖ് അലൈന സബ്റൻ വസബ്ബിത് അഖ്ദാമന വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. അള്ളാഹു ഞങ്ങളുടെ പാദങ്ങൾ നീ ഉറപ്പിച്ചു നിർത്തണമേ, പതറിപ്പോകാതെ. പാദങ്ങൾ ഉറപ്പിച്ചു നിർത്താൻ നമ്മളുടെ ബോഡിയും മൈൻഡും എല്ലാതും ഉറപ്പിച്ചു നിർത്താനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മനസ്സും പതറരുത്, ശരീരവും പതറരുത്. അങ്ങനെയുള്ളൊരു ക്ഷമയാണ് നമുക്ക് വേണ്ടത്. പിന്നെ വേറെ സ്ഥലത്ത് നമ്മള് മജീഷ്യൻസ്, മൂസാ നബിയുടെ മജീഷ്യൻസിന്റെ കഥ അറിയാലോ, കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പൊ അവരുടെ ഒരു പ്രാർത്ഥന ഉണ്ട്, റബ്ബന അഫ്രിഖ് അലൈന സബ്റൻ വതവഫന മുസ്ലിമീൻ. ഞങ്ങൾക്ക് ക്ഷമ ചൊരിയണമേ. അവര് എന്താ പറയാ, പാമ്പ് വടിയാവുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, വടി പാമ്പാവണം, ആ ഒരു സംഭവം കണ്ടപ്പോ അവര് ഉടനെ വിശ്വസിച്ചു, അവര് ആമന്ന ഉടനെ പറഞ്ഞു. പക്ഷെ അപ്പോഴും അവരുടെ പ്രാർത്ഥന എന്തായിരുന്നു, ഞങ്ങളെ ക്ഷമാലുക്കളിൽ ഉൾപ്പെടുത്തണമേ. കാരണം ഫിറാവിന്റെ എല്ലാ അക്രമങ്ങളും ഇനി വരാനുണ്ട് അവരുടെ മേലെ. അപ്പൊ അതിലൊക്കെ അവർക്ക് ഉറച്ചു നിൽക്കാനുള്ള ക്ഷമ കിട്ടണം. അപ്പം അതിന് ഞങ്ങൾക്ക് പകരണേന്നാണ് അവർ പ്രാർത്ഥിച്ചത്. ഞങ്ങളെ മുസ്ലിങ്ങളായിട്ട് മരിപ്പിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന. അപ്പൊ ഈ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോ നമ്മൾ ഏത് മിനിറ്റ് ആണെങ്കിലും അള്ളാഹുവേ, ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും നീ എന്റെ കാര്യങ്ങളെ എന്നെ ഏൽപ്പിക്കല്ലേ റബ്ബേ, എന്റെ കാര്യങ്ങൾ നീ ഏറ്റെടുക്ക് റബ്ബേ എന്നുള്ളൊരു തേട്ടം അതെപ്പോഴും പ്രാർത്ഥന നമ്മൾ കൊണ്ടു നടക്കുക. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ നമ്മൾ പഠിച്ചാലും അത് നമ്മളുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ അള്ളാഹുവിന്റെ വലിയൊരു തൗഫീഖ് തന്നെയാണ്. നമുക്ക് ആ ക്ഷമ കിട്ടുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല, അള്ളാഹുവിന്റെ ഒരു തൗഫീഖാണത്. അപ്പൊ ആ തൗഫീഖിന് വേണ്ടി നമ്മൾ അല്ലാഹുമ്മ അർജു ബിറഹ്മതിക വലാ തക്കല്ലി നഫ്സി ല തർഫത്തി ഐനിൻ വഖ്ലുഫ് ലി ഖൈറൻ മിൻഹ. നമുക്ക് ഏറ്റവും നല്ലതായിട്ട് നമുക്ക് തരണേ. എന്താ പറയാ, ഒരു സെക്കൻഡ് പോലും ഞങ്ങളുടെ കാര്യം ഞങ്ങളെ നീ ഏൽപ്പിക്കില്ല റബ്ബേ, നിന്റെ ഇതിലേക്ക് തന്നെ. ആ ദുആ ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം.
അല്ലാഹുമ്മ റഹ്മതക അർജു ഫലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐനിൻ വഅസ്ലിഹ് ലി ശഅനി കുല്ലഹു ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, നിന്റെ അനുഗ്രഹം ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്വശരീരത്തിന് നീ എന്നെ ഞൊടിയുടെ പോലും ഏൽപ്പിക്കരുത്. എന്റെ കാര്യം ഞാൻ ഏറ്റെടുത്താല് അത് ഒട്ടും ശരിയാവില്ല. നീ തന്നെയാണ് അത് ഏറ്റെടുത്ത് എന്നെ നടത്തിച്ചു തരേണ്ടത്. ആ ഒരു തവക്കലാണ് അവിടെ. അള്ളാഹുല് ബലമേൽപ്പിച്ചുകൊണ്ടുള്ള ഒരു ചിന്തയാണ് അവിടെ ആ പ്രാർത്ഥനയിലൂടെ വരുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? എല്ലാ കാര്യങ്ങളും നീ എനിക്ക് ശരിപ്പെടുത്തി തരണമേ റബ്ബേ, നീ അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല. അപ്പം ഈ ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ അത് ദിവസവും നമ്മൾ കൊണ്ടു നടക്കുക. ഏതൊരു സിറ്റുവേഷൻ വന്നാലും നമുക്കത് സോൾവ് ചെയ്യാനും അതിൽ പിടിച്ചു നിൽക്കാനുള്ള സ്വബ്ർ അള്ളാഹുവെ നീ നൽകണേ. ഞങ്ങൾക്ക് എല്ലാവർക്കും, ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും പുറത്തു മാപ്പാക്കി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇസ്തിഗ്ഫാർ നമ്മളുടെ എല്ലാത്തിനും സൊല്യൂഷനാണ്. നമ്മളുടെ ക്ഷമ വർദ്ധിപ്പിക്കാനുള്ള വേറൊരു ടൂളാണ് ഇസ്തിഗ്ഫാർ. നമ്മളുടെ പാപങ്ങളെല്ലാം പുറത്ത് നമ്മൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആയിട്ട് അവിടെ നമ്മുടെ മനസ്സിൽ ക്ഷമ നിറയും. അപ്പം ഇങ്ങനെയുള്ള ടൂൾസ് നമ്മൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്ഷമേനെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് എല്ലാവർക്കും സബറും ജമീൽ ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളിലും തരണം ചെയ്യാനും പിടിച്ചു നിൽക്കാനും പതറാതെ കാലും മനസ്സും പതറാതെ മുന്നോട്ട് പോകാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വലിയ വലിയ പരീക്ഷ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നസീംത പിന്നെ ലാസ്റ്റ് ടൈമിൽ സൗണ്ട് ബ്രേക്ക് ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സലീഷ സൗണ്ട് ഒന്നും വരുന്നില്ലല്ലോ. കഴിഞ്ഞു കേട്ടോ, സ്പീച്ച് കേൾക്കുന്നില്ല? കഴിഞ്ഞു. ഓക്കെ. ബാറക്കല്ലാഹു ഫീക്കും ജസാകുമുല്ലാഹു ഖൈറൻ കസീറ. അൽഹംദുലില്ലാഹ്. ലാസ്റ്റ് ടൈമിൽ നമ്മൾ എന്താണ് സൗണ്ട് കട്ടായി പോയിട്ടുണ്ടായിരുന്നു നസീംതൻ്റെത്. ഇൻഷാ അല്ലാഹ്. എൻ്റെ വോയിസ് ക്ലിയർ അല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാഹ്. നസീംതൻ്റെ ഇന്നത്തെ ഒരു ക്ലാസ് സോറി കേട്ടോ, എവിടം വരെയാണ് കേട്ടതെന്ന് മനസ്സിലായോ? പറയാൻ പറ്റുമോ? കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ്. അത് അൽഹംദുലില്ലാഹ്. നസീംതക്ക് നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ്. ഓക്കെ, അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് അൽഹംദുലില്ലാഹ് എന്തുകൊണ്ടും ലാസ്റ്റ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും പ്രാർത്ഥനയാണ്, എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. കാരണം നമ്മളുടെ അത് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിച്ചത് കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. അൽഹംദുലില്ലാഹ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ ഈ ഒരു സബർ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഈ ഒരു ക്ലാസ് അൽഹംദുലില്ലാഹ് എല്ലാവർക്കും ഈ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഓരോ സാഹചര്യങ്ങളിൽ നമുക്ക് ചിലപ്പോൾ പിടിവിട്ടു പോയിട്ടുള്ള കാര്യമായിരിക്കാം, അല്ലെങ്കിൽ വളരെ ഭംഗിയായിക്കൊണ്ട് അതിനെ കൈകാര്യം ചെയ്ത ആളുകളായിരിക്കാം. എല്ലാവർക്കും ഓരോ തരത്തിൽ ഓരോ അനുഭവങ്ങൾ ഉണ്ടാവും. നമ്മൾ ഇന്ന് ഇരിക്കുന്ന ഈ ഒരു ജൽസ പോലും നമുക്ക് എന്താണ് വളരെ ക്ഷമയുടെ അങ്ങേയറ്റം ഉള്ള ആ ഒരു കാര്യം തന്നെയാണ്. റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അവൻ തൃപ്തിപ്പെടുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊന്നാമതായിട്ട് വേണ്ടത് അസ്വബർ തന്നെയാണ്, അല്ലെ?
മഹത്തായിട്ടുള്ള ഒരു ക്ഷമ. അൽഹംദുലില്ലാ, ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് എല്ലാവർക്കും, ഈ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാവർക്കും അൽഹംദുലില്ലാ ആ ഒരു മഹത്തായ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും റബ്ബിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾക്കുള്ള ഫീഡ്ബാക്കിന്റെ ഒരു അവസരമാണ്. ഇൻഷാ അല്ലാഹ് റംലത്ത ഇൻഷാ അല്ലാഹ് ഹാൻഡ് റൈസ് ചെയ്തവരെയാണ് ട്ടോ ഞാൻ വിളിക്കുന്നത്. റംലത്തക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ആ പ്രാർത്ഥന ഒന്ന് ഇതിലിട്ട് തരാൻ പറ്റുമോ ഗ്രൂപ്പിൽ? ഓക്കെ ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. കെസറീന റിജാൽ എന്നുള്ള ഇതിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ. ജസാക്കല്ലാഹ് ഖൈർ. ശരിക്കും നമ്മൾ ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്യുന്നൊരു സംഭവമാണല്ലേ ക്ഷമ. ശരിക്കും നസീംതാന്റെ ക്ലാസ്സിൽ നിന്ന് എന്തായാലും എന്തെങ്കിലും കിട്ടാതിരിക്കില്ല, എനിക്കായാലും എല്ലാവർക്കായാലും അല്ലാഹു ആ രീതിയിൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടട്ടെ. ആമീൻ. അപ്പൊ എൻ്റെ ഒരു അനുഭവം പറയാം. ശരിക്കും നമ്മൾ ഈ ഖുർആൻ അല്ലെ, നമ്മള് പ്രാക്ടീസിന്റെ ഒരു ഭാഗം ഖുർആൻ എന്ന് പറഞ്ഞത് ശരിക്കും ഒരു സത്യമാണ്. കാരണം നമ്മൾ ഖുർആൻ പഠിക്കുമ്പോൾ നമ്മൾ അത് നഷ്ടപ്പെട്ടു പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ക്ഷമയുണ്ടല്ലോ, അത് തന്നെയാണ് ശരിക്കും ഒരു നല്ലൊരു പ്രാക്ടീസ് എന്നുള്ളത്. കാരണം എനിക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3 വർഷം മുമ്പ് ഇതേപോലെ ടെസ്റ്റ് ചെയ്യേണ്ട വന്നു. പക്ഷെ ഞാൻ ഒരിക്കലും ആ ടെസ്റ്റ് റിപ്പോർട്ട് വാങ്ങാൻ പോകുമ്പോൾ ഒരു ടെൻഷനേ ഇല്ല. എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതും. പക്ഷെ എൻ്റെ കൂടെ വരുന്ന മോള് വല്ലാതെ ടെൻഷനായിരുന്നു അവള്. പക്ഷെ അത് ഞാൻ ഓർക്കുന്നില്ല, എനിക്കില്ലാത്തതുകൊണ്ട് അവൾക്കും ഇല്ല എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക്. അവിടെ ഇരുന്ന് പോസിറ്റീവാണ്, ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, എന്താ പറയാ, ആ ഒരു നിമിഷം ഒരു ചോദ്യം ചോദിച്ചുള്ളൂ, ഡോക്ടർ എനിക്ക് ബ്രസ്റ്റിനായിരുന്നു വന്ന്. എന്റെ ബ്രസ്റ്റ് കട്ട് ചെയ്യുമോന്നാ ചോദിച്ചിട്ട്. ഇല്ല, ഇപ്പം ടെക്നോളജിയിൽ വളർന്നല്ലോ, കുഴപ്പമില്ല, നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേജാ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ അവിടെ ഇരുന്ന് ഡോക്ടറോട് കൂടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗിലായിരുന്നു. ആ സമയത്ത് അള്ളാഹ് എനിക്ക് തോന്നിപ്പിച്ച ഇത് തന്നെയായിരുന്നു നസീംത പറഞ്ഞ പ്രാർത്ഥന, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അഹ്ജുർനി ഫീ മുസീബത്തി വഅഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ. ശരിക്കും അത് എനിക്ക് അള്ളാഹു തന്നെ എനിക്ക് മനസ്സിൽ തട്ടി പറയാനൊരു ഇത് എനിക്ക് ആ ഹോസ്പിറ്റലിൽ തന്നെ തന്നതിന്റെ അനുഭവം ഞാൻ ഇന്നും ആ ഒരു സുഖം അനുഭവിക്കാണ്. മക്കളിൽ കൂടെ ആണെങ്കിൽ എല്ലാം ആ ഒരു അവർ തന്നൊരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുകയും ആ ഒരു ഗിഫ്റ്റ് പോലെ എനിക്കത് എന്താ പറയാ ആസ്വദിക്കാൻ പറ്റി എന്നുള്ളതാണ് ഞാൻ സത്യം അനുഭവിച്ചൊരു കാര്യം. എനിക്ക് നല്ല റെസ്റ്റ്, എനിക്ക് കൂടുതൽ ഖുർആൻ പഠിക്കാൻ അവസരം, ഞാൻ പെട്ടെന്ന് ഖുർആൻ പഠിച്ചു തീർക്കായിരുന്നു. എനിക്ക് ആ ഒരു അവസരമാണ് എനിക്ക് അതിൽ കൂടി അള്ള തന്നത്. ഹസ്ബൻഡും മക്കളൊക്കെ കൂടി, ഞാൻ ഖത്തറിലാണ്, ഒരു മോൾക്ക് പ്രഗ്നന്റ് ആയിരുന്നു, അവര് 6 മാസം കഴിഞ്ഞു. പക്ഷെ അവൾ അറിയുന്നതിനൊരു വിഷമം ഉണ്ടായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ വരുന്നത് തന്നെ ഭയങ്കര കൂളായിട്ടാ. ഞാൻ രാവിലെ ആണ് പോകുന്നത്, അപ്പൊ ഉച്ചക്കത്തെ ഭക്ഷണപ്പണി അവള് കുവൈത്തിലാ, അപ്പൊ അവള് വെക്കേഷന് വന്നതായിരുന്നു. അപ്പൊ എന്താ പറയാ, അവൾക്ക് എന്നിൽ നിന്നൊന്നും മനസ്സിലാവുന്നില്ല, ഇവിടെ എല്ലാം എല്ലാം ഓക്കെയാണ്. ഉമ്മാന്റെ മുഖത്തു നിന്നൊന്നും കിട്ടാത്തതുകൊണ്ട് അവൾ, പക്ഷെ കൂടുതൽ അവളെ സിസ്റ്റർ എന്ന് അവൾക്ക് എന്തോ തോന്നുന്നു. അവളോട് പറഞ്ഞ അമ്മ മോളെ പ്രഗ്നന്റ് അല്ല, അവളോട് പറയണ്ട മോളെ എന്ന് ഞാൻ വണ്ടിയിൽ നിന്ന് പറയാം. അവളും ഞാനും ഹസ്ബൻഡേ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ചൊന്ന് നമുക്കൊന്ന് സമാധാനത്തിൽ പറയാം. പക്ഷെ അവളെ മുഖത്ത് നിന്ന് ഇവള് വായിച്ചെടുക്കുകയും എൻ്റെ അടുത്ത് വന്നിട്ട് ഉമ്മ എന്തിനാ ഞാൻ അറിയുന്നതിന് വിഷമിക്കുന്നേ, അള്ള തന്ന ഗിഫ്റ്റ് അല്ലേ. സത്യം പറയാ, ആ ഒരു സബുറ ഹോസ്പിറ്റലിൽ ഇപ്പം നസീംത പറഞ്ഞ പോലെ ആ ഒരു ദുആന്റെ മഹത്വമായിരുന്നു. പിന്നെ അങ്ങോട്ട് എനിക്ക് ഞാൻ പറഞ്ഞേ ഭയങ്കര അനുഗ്രഹമായിരുന്നു. ഞാൻ ആ ഒരു അനുഗ്രഹത്തെ അൽഹംദുലില്ലാഹ് ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിച്ചെന്ന് വിശ്വസിക്കുന്നു. കാരണം വിശ്വാസികൾക്ക് അത്ഭുതം എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ അനുഭവിക്കായിരുന്നു അല്ലെ. അവിടെ എന്ത് വിഷമം വന്നാലും പിന്നെ എന്താ പറയാ, സബർ കിട്ടുന്നതും ഭയങ്കര അനുഗ്രഹം ലഭിച്ച അവിടെ അൽഹംദുലില്ലാഹ് രണ്ടും വിധത്തിലും പരത്തിൽ ഗുണം കിട്ടുന്നൊരു അവസ്ഥ. ആ രീതിയിൽ അള്ളാഹ്ക്കട്ടെ. എല്ലാവരും എല്ലാ പരീക്ഷണക്കും ആക്കുകയും ചെയ്യട്ടെ അല്ലെ. റസൂല് പ്രാർത്ഥിക്കാനും പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാ പരീക്ഷണവും ആക്കട്ടെ എന്ന് വായിച്ചത്. ഇപ്പൊ ഓരോ നബിമാരുടെ ചരിത്രങ്ങൾ നമുക്കറിയാം, പക്ഷെ ഇങ്ങനെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗാണ്. എന്തെന്നാലും ഇതിൽ നിന്ന് നമുക്കൊരു
ഓർമ്മ അന്ന് തരും. കാരണം അയ്യൂബ് നബീനെ കുറിച്ച് പറഞ്ഞപ്പം ഞാൻ ഇതിനു മുമ്പ് കേട്ട ഇതേപോലെ തന്നെ നമുക്ക് കുറെ അനുഗ്രഹങ്ങൾ ഇല്ല, അയ്യൂബ് നബീനെ കുറിച്ച് പറയുന്ന ഏറ്റവും അനുഗ്രഹം ലഭിച്ച ഒരു അള്ളാഹുവിന്റെ ദാസനായിരുന്നു അല്ലെ. അപ്പോ അയ്യൂബ് നബി ഭാര്യ ലാസ്റ്റ് ഘട്ടത്തിൽ നിനക്കൊന്ന് ദുആ ചെയ്തൂടെ എന്ന് പറഞ്ഞപ്പോ നിന്നെ അടിക്കുന്ന ഒരവസ്ഥയിൽ പറയുന്നുണ്ട്. കുറേ അനുഗ്രഹം നമ്മൾ അനുഭവിച്ചിട്ടില്ലേ, അന്നേരം നമ്മൾ ഇത്രക്കാര്യം എന്തിനാ എനിക്ക് ഇത്ര അനുഗ്രഹം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ വിഷമം വന്നാലും ഞാൻ പറയില്ല. ശരിക്കും അതൊരു ഇല്ലേ ഒരു വലിയൊരു പോയിന്റ് ആയിരുന്നു. എനിക്കത് എപ്പോഴും ഓർക്കാറുള്ള ഒരു സംഭവമായിരുന്നു അയ്യൂബ് നബിന്റെ ആ ഒരു അങ്ങനെയാണ് ആ ഒരു അർഹംറാഹിം. ശരിക്കും എന്തല്ലേ നമുക്ക് അള്ള തരുന്ന ഓരോരോ ചരിത്രങ്ങളും നമുക്ക് അതിൽ ഉൾക്കൊണ്ട് ജീവിതം മുമ്പോട്ട് പോകാനും അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എന്നുള്ള ഒരു വെടിപ്പാണ് എനിക്ക്. നമസ്കാരമാണ് സ്വർഗത്തിൽ. അപ്പോൾ നമസ്കാരം സോബർ ഒരുമിച്ച് പറയുന്നില്ല സ്വാബരി എന്ന് പറയുന്നല്ലേ വസ്തയിൽ വിശ്വരി വസ്തല. ശരിക്കും രണ്ടും ചേർന്നാലാണ് ശരിക്കും സ്വർഗം തുറക്കാൻ പറ്റുള്ളൂ അല്ലേ. സുബ്ഹാനല്ലാഹ്. നമ്മളെല്ലാവരെയും എല്ലാ പരീക്ഷയും കാക്കുകയും അത് നൽകുന്ന പരീക്ഷണ സ്വർഗത്തിന്റെ ഉന്നത പതി കിട്ടാന്നുള്ള ഒരു ബോധം ആദ്യ നിമിഷം വരാനുള്ള നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇങ്ങനെ ഒരു സദസ്സ് തന്ന അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. ഇതുപോലെ നമ്മളെ ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമലൈക്കും ടീച്ചറെ. നിങ്ങൾ ലാസ്റ്റ് പറഞ്ഞ പ്രാർത്ഥന ഒന്ന് വിട്ടു തരുന്നുണ്ട്. എന്റെ കയ്യിലുള്ളത് യാ ഹയ്യു യാ ഖയ്യൂം റഹ്മത്തിക അസ്തഗീസു അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തക്ലനി ഇലാ നഫ്സി തറഫത ഐനി. എന്നൊന്ന് ജീവിക്കുന്നതും എല്ലാം സംവിധാനിച്ചു നിർത്തുന്നതും അവൻ എന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ എന്നോട് സഹായം തേടുന്നു. എല്ലാ കാര്യവും നീ നേരെയാക്കി തരണമേ. എന്നെ ഒരു നിമിഷം നേരത്തേക്ക് പോലും എന്റെ ദേഹത്തിന് വിട്ടുകൊടുക്കരുത്. ഈ ഒരു പ്രാർത്ഥന എന്റെ ഏക്കലുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പ്രാർത്ഥന ഒന്ന് വിട്ടെന്നാൽ അൽഹംദുലില്ലാഹ് ഒന്നും കൂടി കുറച്ചും കൂടി അതിലുണ്ട്. അപ്പൊ പഠിക്കായിരുന്നു. ഇൻഷാല്ലാ ആസിയത്ത പിന്നെ എന്താണ് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇൻഷാല്ലാ എന്റെ കയ്യിലുള്ള ഈ പ്രാർത്ഥനയാണ്, അതാണ് ഇപ്പൊ ഞാൻ ചെല്ലല്. അപ്പൊ അതും കൂടി അതിൽ കുറച്ചും കൂടി ഉള്ള പോലെ തോന്നണം എനിക്ക്, ഞാൻ പഠിക്കണീനെക്കാട്ടി. ഒരുപാട് ഉപകാരമുണ്ട്, ഒരുപാട് ക്ഷമ, ഓരോരോ പ്രയാസങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഒക്കെ അള്ളാഹുവിനോട് ക്ഷമിക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ക്ഷമിക്കാനുള്ള കഴിവ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. എന്റെ മരുമകൾക്കും ക്യാൻസർ ആണ്, 2 ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. ഒരുപാട് പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു. ഇപ്പൊ അൽഹംദുലില്ലാഹ് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാവരും ഇനിയൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ. അൽഹംദുലില്ലാഹ് ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ. നസീമത്ത. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, നല്ലൊരു ക്ലാസ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഷയം. വളരെ വളരെ സന്തോഷം. അൽഹംദുലില്ലാഹ്. പിന്നെ എനിക്ക് വളരെ കുറവുള്ളൊരു കാര്യം ക്ഷമയാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അത് മനസ്സിലാക്കിയ കാലം മുതൽ ഞാൻ എനിക്ക് വേണ്ടി ക്ഷമ മാത്രമാണ് അള്ളാഹുവിനോട് ചോദിക്കാറ്. ഏറ്റവും പ്രധാനപ്പെട്ട ദുആ ക്ഷമയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ക്ഷമ ചോദിക്കും. ഞാൻ ക്ഷമ ചോദിച്ചു തുടങ്ങിയപ്പോൾ പ്രത്യേകിച്ച് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. കുറച്ചോനെ എന്തെനിക്ക് ക്ഷമ കിട്ടാത്തത്? കാരണം ക്ഷമകേടുള്ള കാര്യങ്ങളാണ് വരുന്നത് മുഴുവനും. അസഹനീയമായ പരീക്ഷണങ്ങള്. ഒരിക്കലും നമുക്ക് എത്ര ശ്രമിച്ചാലും ക്ഷമ കിട്ടാത്ത സന്ദർഭങ്ങളൊക്കെ വരും. അങ്ങനെ ഞാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടി. ഞാൻ പഠിച്ചവനോട് എന്നെ ചോദിച്ചു, അല്ല എന്തെങ്ങനെ, ഞാൻ നിന്നോട് ആകെ ക്ഷമയല്ലേ ചോദിച്ചത്, എനിക്ക് അത് മാത്രം കിട്ടുന്നില്ലല്ലോ. ക്ഷമകേടുള്ള കാര്യങ്ങളാണല്ലോ എൻ്റെ മുന്നിൽ വന്നു നിറയുന്നത് മുഴുവൻ. അപ്പൊ എനിക്ക് ഒരു ദിവസം ഒരിക്കലും ഇങ്ങനെ തോന്നുന്നുണ്ടായി മനസ്സിൽ, നീ ക്ഷമകേട് ചോദിച്ചാല് അല്ല നീ ക്ഷമ ചോദിച്ചാൽ എങ്ങനെ നിനക്ക് ക്ഷമ തരിക? നീ ക്ഷമിക്കാൻ നിനക്ക് കഴിയാത്ത ഘട്ടങ്ങൾ നിനക്ക് തരുമ്പോ അതിൽ നീ ക്ഷമിക്കുന്നുണ്ടോ, ക്ഷമിക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഉള്ളതനുസരിച്ചിട്ടാണ് നിനക്ക് ക്ഷമ നൽകുക. അപ്പൊ ആ ഒരു തോട്ട് വന്നപ്പോ എനിക്ക് ഭയങ്കര ആശ്വാസം തോന്നി. ഇതൊക്കെ അള്ളാഹു എന്നെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ ക്ഷമ ചോദിച്ചാൽ ക്ഷമ എടുത്ത് തരാൻ പറ്റൂലല്ലോ. എൻ്റെ ജീവിതത്തിൽ ഞാൻ അത് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ എനിക്ക് ക്ഷമ നശിക്കാനുള്ള അസഹനീയമായ പരീക്ഷണങ്ങൾ അള്ളാഹു ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. അത് എപ്പോഴാണോ ഞാനത് അതില് വിജയിക്കുന്നത്, ആ സഹനം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിനോട്
നസീബ് പറഞ്ഞതുപോലെ കൂടുതൽ അസഹനീയമായ പരീക്ഷണങ്ങൾ തരല്ല റബ്ബേ. അത് നമ്മൾ മനസ്സിലാക്കണം. അത് അള്ളാഹ് തരുന്ന ഒരു പരീക്ഷണങ്ങളാണ്. നമുക്ക് കുറവുള്ളൊരു വിഷയത്തിൽ അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. അതിൽ നമ്മൾ വിജയിച്ചാലാണ് നമുക്ക് ദുനിയാവിലും നാളെ പരലോകത്തും വിജയമുള്ളൂ എന്നുള്ളതും അള്ളാഹു അങ്ങനെ മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് തന്നെ ഫുൾ സ്റ്റോപ്പിലെത്തുന്ന ഒരു വിഷയമല്ല, നമുക്കറിയാം. അതുപോലെ ഇവിടെ പറഞ്ഞ ക്ഷമയുടെ എല്ലാ ഘട്ടങ്ങളും വളരെയധികം നമുക്ക് പഠനാർഹവും പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാൻ കഴിയുന്ന വിഷയങ്ങളാണ്. അതിൽ ഒരുപാട് നന്ദിയുണ്ട് നസീമിനോട്. ജസാക്കല്ലാഹു ഖൈറൻ കസീറ. അതുപോലെ സൂറ ആലിമ്രാനിൽ ലാസ്റ്റ് പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്ബിറൂ വസാബിറൂ വറാബിത്തു ലഅല്ലക്കും തുഫ്ലിഹൂൻ. യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ ക്ഷമ സുന്ദരമായ ക്ഷമ എന്ന് നമ്മളെ പഠിപ്പിച്ചതുപോലെ ക്ഷമയിൽ മികവ് പാലിക്കണം നിങ്ങൾ അവിടെ എന്ന് പറയുന്നുണ്ട്. കാരണം നമുക്ക് ഒരു ക്ഷമകേട് വരുമ്പോൾ അതിനൊരു കാരണം ഉണ്ടാവും. നമ്മളെ ക്ഷമ നശിപ്പിക്കാൻ നമ്മൾക്കെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തികളുണ്ടാവും, കാരണങ്ങളുണ്ടാവും, ഫാമിലിയിൽ സാഹചര്യങ്ങളുണ്ടാവും. അവിടെയൊക്കെ നമുക്ക് ക്ഷമ എന്നെ നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ക്ഷമയുടെ ആ ഒരു നെല്ലിപ്പടി മറികടന്നുകൊണ്ട് നമുക്ക് പ്രതികാരം ചെയ്യാൻ പറ്റും. അതിനെ നമുക്ക് ന്യായമല്ലാത്തൊരു കാര്യത്തിലാണ് നമ്മൾക്ക് ആ ഒരു അനുഭവം ഉണ്ടാകുന്നെങ്കിൽ നമുക്ക് തിരിച്ചൊന്ന് പ്രതികരിക്കാൻ പറ്റും. വാക്കുകൊണ്ടാവട്ടെ പ്രവൃത്തി കൊണ്ടാവട്ടെ നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അത് നടപടി സ്വീകരിക്കാൻ കഴിവുണ്ടായിരിക്കെ നമ്മൾ അവിടെ സഹിക്കണം. റബ്ബിനെ ഓർത്തിട്ട് സഹിക്കണം. അതാണ് ആ ക്ഷമയിൽ മികവ് പുലർത്തലെന്നും ആ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ക്ഷമയിൽ മികവ് പുലർത്താനും ഭംഗിയായ ക്ഷമിക്കാനുള്ള കഴിവും സഹനവും അള്ളാഹു നൽകി നമ്മളെ വിജയികളുടെ കൂട്ടത്തിൽ ദുനിയാവിലും നാളെ പരലോകത്ത് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറട്ടെ. ഒരിക്കൽ കൂടി ജസാക്കല്ലാഹു ഖൈറൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ. അൽഹംദുലില്ലാഹ്. നഷീന്ത ഇൻഷാല്ലാഹ്. നഷീന്തക്ക് കേൾക്കുന്നുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം. എന്നോടല്ല പറഞ്ഞേ, നഷീന്താന്നല്ല പറഞ്ഞേ. നഷീന്ത. അൽഹംദുലില്ലാ, എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ എനിക്ക് കുറെ ക്ലാസ് മിസ്സായിപ്പോയി, ലേറ്റ് ആയിപ്പോയി കേറാന്. അപ്പൊ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ ക്ഷമനെ കുറിച്ച് എന്താ വിഷയം എന്നുള്ള മനസ്സിലായിട്ടില്ല. അപ്പൊ പിന്നെ അൽഹംദുലില്ലാ ഇപ്പൊ ഒരു സഹോദരി പറഞ്ഞ പോലെ അൽഹംദുലില്ലാ ക്ഷമനെ കുറിച്ച് എനിക്ക് ഇന്നലെ ഉണ്ടായ കുറച്ച് അനുഭവങ്ങൾ. അൽഹംദുലില്ലാ അതിൽ ക്ഷമ പാലിക്കാൻ പറ്റിയത് എനിക്ക് അള്ളാഹുവിന്റെ ഇല്ല. ഞാൻ എന്ത് കാര്യത്തിലും എനിക്ക് എന്ത് പ്രയാസം വരുമോ റബ്ബിനെ കുറിച്ച് എപ്പോഴും റബ്ബിന്റെ മാർഗത്തിലേക്കെല്ലാം ഇതായി അതില് തവക്കുല് ചെയ്ത് ക്ഷമ പാലിക്കാൻ തന്നെ കഴിയുന്ന പരമാവധി ശ്രമിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ പല കാര്യങ്ങളിലും ഇപ്പൊ കുറച്ച് ദിവസങ്ങളിലായി പല രീതിയിലുള്ള ചെറിയ ചെറിയ പ്രയാസങ്ങൾ അത് റബ്ബിന്റെ ഭാഗത്തുനിന്ന് എനിക്കൊരു പരീക്ഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അൽഹംദുലില്ലാ അത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അത് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷം എനിക്ക് എന്റെ മനസ്സിലുണ്ട്. അത് റബ്ബിനെ കുറിച്ചിട്ടുള്ള മനസ്സിലാക്കിയതിന് ശേഷമുള്ള അതിൽ എനിക്ക് നല്ല എന്തെങ്കിലും ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അപ്പാടാണ് ഞാൻ വയലന്റ് ആകുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കുറെ ഇനിയും ശരിയാനുണ്ട്. ഭയങ്കര വിഷമമുണ്ട്. എന്ന് വെച്ചാൽ ഞാനൊന്നും എവിടെ എത്താത്ത ഒരാളാ. എത്രയോ കാലങ്ങളായിട്ടുള്ള പരിശ്രമ, എന്നാലും അള്ളാഹുവിന്റെ മാർഗത്തിലേക്കുള്ള ഈ സദസ്സുകൾ പക്ഷെ എനിക്കിപ്പോ 2-3 ആഴ്ചയായിട്ട് മിസ്സായി പോന്നു. അതും എൻ്റെ അടുത്തുനിന്നുള്ള എന്തോ തെറ്റുകൊണ്ടോ എന്തോ ഒരു ഇതുണ്ടാവുമായിരിക്കും. അത് അള്ളാഹുവിന്റെ പേരിലുള്ള ഇത് അതുകൊണ്ട് അതിങ്ങനെ എനിക്ക് ഈ ക്ലാസ്സിൽ മിസ്സാകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. അതും ഞാൻ അള്ളാഹുവിന്റെ അടുത്ത് ദുആ ചെയ്ത് അള്ളാഹു എനിക്ക് എന്നെ പരീക്ഷിക്കല്ലേ എന്നുള്ള രീതിയിൽ അള്ളാഹിനോട് ഞാൻ ദുആ ചെയ്ത് അപ്പൊ എനിക്ക് ഈ ക്ലാസ്സിലെ മിസ്സാകുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇപ്പം തന്നെ എന്താ വിഷയം എന്നുള്ളതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ എന്താ ഇപ്പൊ ഒരു സഹോദരി പറയുന്ന കേട്ടു ക്ഷമനെ കുറിച്ചിട്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്ക് പറയാൻ പോലും എനിക്ക് പറ്റാത്ത രീതിയിലായി. അതും റബ്ബിന്റെ ഒരു എന്താന്നറിയില്ല ഞാൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ്
കുറേ സംസാരിക്കണമെന്നുണ്ട് അള്ളാഹുവിനെ കുറിച്ചിട്ട്. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ തീരാത്ത കുറേ നല്ല നല്ല അനുഭവങ്ങളും ഉണ്ട്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അള്ളാഹ് തരുന്ന അനുഗ്രഹങ്ങൾ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇനി റബ്ബിന്റെ മാർഗത്തിലേക്ക് ഇനി ശക്തമായി ഓരോ സദസ്സുകളിൽ നേരത്തെ തന്നെ പങ്കെടുക്കാനും നേരത്തെ ജോയിൻ ചെയ്യാനുള്ള ഇത് അള്ളാഹ് എനിക്ക് തരാം. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അള്ളാഹു തന്ന തൗഫീക്ക് നൽകട്ടെ ഇൻഷാ അള്ളാഹ്. ജസാക്കല്ലാഹ് ഖൈർ. എന്നാലും എന്റെ പേര് വിളിച്ചതിൽ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ജസാക്കല്ലാഹ് ഖൈർ. ആമീൻ വയ്യാക്കും. ബറക്കല്ലാഹു ഫീക്കും. അൽഹംദുലില്ലാ. ഇൻഷാല്ലാ ഷൈനിത്ത, ഇൻഷാല്ലാ നമ്മുടെ ടൈം കഴിയാറായിട്ടുണ്ട്. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാം. നല്ല ക്ലാസ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ക്ലാസ് തന്നെയാണ് സബർ. പിന്നെ അതേപോലെ തന്നെ ഫസ്ബിർ സബറൻ ജമീല എന്നുള്ള ഖുർആൻ ആയത്ത് കേൾക്കുമ്പോൾ തന്നെ വിചാരിക്കുക എങ്ങനെ ഈ ജമീല എന്നുള്ള ആ വാക്ക് കേൾക്കും. ഭംഗിയായി നിങ്ങൾ അള്ളാഹു പറയാണ് നമ്മളോട്, നിങ്ങൾ ഭംഗിയായി ക്ഷമിക്കൂന്ന്. അപ്പോൾ നമ്മളാലേക്ക് നമുക്ക് ഭംഗിയായി ക്ഷമിക്കണം, ക്ഷമ എന്നുള്ളത് നമ്മൾ അറിയേണ്ട ജീവിതത്തിൽ. പിന്നെ ഈ ക്ഷമ എന്ന് പറഞ്ഞാൽ അത്ര നമുക്ക് പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം നമ്മൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് അപ്പം അല്ല നമ്മളിപ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് കഴിയുന്നുള്ളതല്ല. നമ്മളെ സാഹചര്യം അത് വളരെ കുട്ടികളോട് പെരുമാറുന്നത്, കുടുംബത്തിൽ എന്തെങ്കിലും ഉണ്ടായാൽ ചിലപ്പോൾ നമ്മൾ മാനസികാവസ്ഥ ശരിയല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ വിഷയങ്ങൾക്ക് പോലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അവിടെ സബർ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഖുർആൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും. ഇപ്പം ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പം ഞാൻ മുമ്പേ ഈ ക്ലാസ്സിൽ ആദ്യ ക്ലാസ്സിൽ തന്നെ ഞാൻ ചോദിച്ച ചോദ്യം തന്നെ അങ്ങനെ ആയിരിക്കും, എങ്ങനെയായിരുന്നു സബർ ഉണ്ടാവേണ്ടത് എന്ന് 2-3 ക്ലാസ്സിൽ ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പം അതിനുള്ള അവസരം പഠിച്ചവനായിട്ട് നമുക്ക് തരുമ്പോൾ അതിൽ നമ്മൾ ഓരോരുത്തരും പാഠം ഉൾക്കൊള്ളുക, നമുക്ക് ഭംഗിയായി ക്ഷമിക്കാൻ കഴിയും എന്നുള്ളത്. കാരണം അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ അതേപോലെ തന്നെ പിന്നെ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട 2 വിഷയം അള്ളാഹു നമ്മളോട് പറഞ്ഞത്, നമ്മുടെ ആരോഗ്യവും നമ്മൾ ഒഴിവു സമയം, അത് നമ്മൾ എങ്ങനെ ഭംഗിയായി വിനിയോഗിക്കുന്നു എന്നുള്ളത്. കാരണം കുറച്ച് പ്രായമാകുമ്പോൾ നമ്മൾ പ്രായമില്ലാത്ത സമയത്ത് നമ്മൾ വിചാരിക്കും അതൊന്നും ഓർക്കൂല, ഖുർആൻ പഠിക്കാൻ വേണ്ടി ചിന്തിക്കൂല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഖുർആൻ വായിക്കാൻ ചെയ്യുക, ഏത് പ്രവൃത്തിയാണെങ്കിലും. അപ്പം നമുക്ക് കുറേ ഒഴിവു സമയങ്ങൾ ഉണ്ടാവും, നമ്മൾ അതിനായിട്ട് എന്തിനാണ് ഞാൻ വിനിയോഗിക്കുന്നത്. അപ്പൊ ആ ഒരു ടൈം നമ്മൾ എങ്ങനെ ബുദ്ധിയായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ആരോഗ്യമില്ല എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്, എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അതിനുള്ള സമയം നമ്മളെങ്ങനെ ആ ടൈം മാനേജ് ചെയ്യണം എന്നുള്ളത് വലിയൊരു വിഷയമാണ്. എല്ലാവർക്കും പഠിച്ചോന്ന് അനുഗ്രഹിച്ച എല്ലാവർക്കും നമ്മൾ ഇഹത്തിലും ഇവിടെയും ആഖിറത്തിലും ജന്നാത്തും എല്ലാം നല്ലതാക്കി തരട്ടെ. പിന്നെ തെറ്റുകൾ എല്ലാവരുടെ അടുത്തുനിന്നും വരാം, അതിലെല്ലാം നമ്മൾ ക്ഷമിക്കുക, എല്ലാത്തിലും നമ്മൾ ക്ഷമിക്കുക. പഠിച്ച നല്ലൊരു സ്ഥാനം, ഉന്നത സ്ഥാനം തന്നെ നമുക്ക് സ്വർഗത്തിൽ തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാല്ലാ ഇനി ആർക്കും റിഫ്ലക്ഷൻസ് ഒന്നും പറയാനില്ല എന്ന് വിചാരിക്കുകയാണ്. ഇൻഷാല്ലാ ഹാൻഡ് റൈസ് ചെയ്തവരെല്ലാം വിളിച്ചിട്ടുണ്ട് കേട്ടോ. ബറക്കല്ലാഹു ഫീക്കും ജമീഅൻ. ഇൻഷാല്ലാ നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ് എടുത്ത് തന്നെ മാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താ പറയാ, ഇപ്പം പറഞ്ഞില്ലേ സഹോദരി, ഒഴിവ് സമയം, നമ്മൾ ഏത് സമയം അള്ളാഹുവിന്റെ ദിക്റിലേക്ക് തന്നെ ആയാൽ മതി. അന്നേരം തന്നെ നമുക്ക് മനസ്സിനൊരു ആശ്വാസം കിട്ടും. അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് തെറ്റിക്കഴിഞ്ഞോ അത് ഞമ്മക്കത് അനുഭവിക്കും, അത് ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ എന്താ പറയാ, ഏത് പ്രതിസന്ധിയിൽ നിന്നും തരണം ചെയ്ത് നമ്മളെ കുടുംബ ഇഷ്യൂ ആയിക്കോട്ടെ, മറ്റുള്ള ഇതായിക്കോട്ടെ, അതിൽ നിന്ന് നമുക്ക് ക്ഷമ കിട്ടാനുള്ള ഇതാണ് റബ്ബിനോട് നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന ഹൃദയത്തെ ദീന്റെ മാർഗത്തിലേക്ക് ഉറപ്പിച്ചു നിർത്തിത്തന്നെ നമ്മൾ എത്രയോ കാലങ്ങളായി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതാ. പിന്നെ റബ്ബിന്റെ പരീക്ഷണം നമ്മൾക്ക് വരുന്നുള്ള ഉറപ്പാ. എന്താ വെച്ചാൽ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് റബ്ബ് നമ്മളെ ഓരോ കാര്യത്തിലും അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലായി എന്ന് വരൂല അല്ലെ. എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കും ഇതെന്താ ഞാനിക്ക് ഇങ്ങനെ വിഷമം, പക്ഷെ അപ്പാട് അള്ളാഹുവിനെ അങ്ങ് ഓർത്ത് അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹിനോട് ദുആ ചെയ്യാൻ, ശക്തമായി ദുആ ചെയ്യാൻ. അള്ളാഹു എന്താ പറയാന്, എനിക്ക് പറയാൻ പറയാൻ വരാൻ എന്റെ വായി ഇതാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഇൻഷാ അല്ലാഹ്. നല്ല അൽഹംദുലില്ലാ. എനിക്ക് ഇനി അടുത്ത ആഴ്ച മുതൽ എനിക്കൊന്നല്ല എല്ലാവർക്കും
നേരത്തെ തന്നെ പിന്നെ ജോയിന്റ് ചെയ്യാൻ വേണ്ടി ശക്തമായി ഉൾപ്പെടുത്തി ദൈവത്തിലല്ലെങ്കിൽ ഞാൻ കറക്റ്റ് സമയത്ത് കയറുന്ന ഒരാളാ. പക്ഷെങ്കിൽ 3 ആഴ്ചകളായിട്ട് എനിക്ക് ഇതിൽ കയറാനുള്ള ചെറിയൊരു ഇതായിപ്പോയി. ഭയങ്കര വിഷമമുണ്ട് മിസ്സായി പോകുന്നതിന്. റെക്കോർഡിങ് കേൾക്കാന്നുള്ള ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ജസാക്കല്ലാഹ് ഖൈർ. ആമീൻ വഇയ്യാക്കും. ബറക്കല്ലാഹു ഫീക്കും. അതിനിടക്ക് ആരോ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അൽഹംദുലില്ലാഹ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് അൽഹംദുലില്ലാഹ് നമ്മുടെ ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മൾ കൈക്കൊള്ളേണ്ട ഒരു വിഷയമാണെന്ത് ഈ ഒരു ക്ഷമ എന്നുള്ളത്. രണ്ടക്ഷരമാണ്. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സോറി, ഞാനൊന്ന് ഇത്തിരി ലേറ്റായി അതിന്റെ റിഫ്ലക്ഷൻസ് പറയാൻ വേണ്ടിയിട്ട്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു. ക്ഷമ 5 വക്തിലും പഠിച്ചതിനോട് അല്ലാഹുമ്മ ജഅൽനി മഅ സ്വാബിരീൻ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്.